ഓക്കെ. അപ്പം എല്ലാം ക്ലിയർ അല്ലേ? സ്ക്രീനും എന്റെ സൗണ്ടും ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെയാണ് മാം. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ തുടങ്ങാൻ പോകുന്നത് ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിന്റെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സിലബസിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഏരിയാസ് നമുക്ക് അതിൻ്റെ അകത്ത് കവർ ചെയ്യാനുണ്ട്. വിച്ച് ഇൻക്ലൂഡ്സ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, നമുക്ക് അതിനകത്ത് കുറച്ച് മാത്തമാറ്റിക്സും കൂടെ പഠിക്കാനുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആ സിലബസിനകത്ത് കണ്ടിരിക്കുന്ന പോലെ വെക്ടേഴ്സും മെട്രീസസും ഒക്കെ പോലെ മാത്സും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റേതായ കുറച്ച് വി ഹാവ് ബോത്ത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വരുന്നതും തിയറി ആയിട്ട് ചോദിക്കുന്നതുമായ ഏരിയാസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങുകൾ, ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയും, അല്ലെ? അപ്പൊ ആ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിനകത്ത് നമ്മൾ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ. നമ്മൾ ഈ സ്റ്റാറ്റ് പ്ലസ് മാത്ത് പ്ലസ് ഈ പറയുന്ന ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, ഇതെല്ലാം ഒരുമിച്ച് ഇതെല്ലാം റിലേറ്റഡ് ആണ്. അതായത് നമ്മൾ ആദ്യം തുടങ്ങുന്ന കാര്യം, നമ്മൾ ഏറ്റവും അവസാനം പഠിക്കുന്ന എന്താ പറയാ, വെക്ടേഴ്സ് ആൻഡ് മെട്രീസസ് വരെ ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻസും, അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിൽ വരെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആദ്യം തൊട്ടേ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യങ്ങൾ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോറി, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ചോദിക്കണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ല ക്ലിയർ ആവാതെ വരുന്നതോ അങ്ങനെ എന്തെങ്കിലുമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കണം. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമ്മൾ പഠിക്കുന്ന ഇപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്, ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. അപ്പൊ എപ്പോഴും നമുക്കറിയാം, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരു ഏരിയ അതാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ മെഷേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെൻഡൻസി, സെൻട്രൽ ടെൻഡൻസി തന്നെ ടുവേർഡ്സ് ദി എൻഡ് പോയിന്റ്, നമ്മൾ അവസാനം വരെയും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഇതിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പൊ ഈവൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിലാണെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന മീൻ മീഡിയൻ മോഡ്, അത് നമ്മൾ പറയുമ്പോൾ അത് എളുപ്പമാണ്, മീൻ മീഡിയൻ മോഡ് ആയിരിക്കും. പക്ഷെ ഏകദേശം എല്ലാ ടെക്നിക്സുകളിലും, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിങ്ങുകളിലും ഒക്കെ ഈ പറയുന്ന മെത്തേഡ്, ഈ മീൻ മീഡിയൻ മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ അടുത്തത് പഠിക്കാൻ പോകുന്ന മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം പഠിക്കുന്ന കുറെ ഫോർമുല ഉണ്ടാവും. ആ ഫോർമുല ഇത് പഠിച്ചു തീരുന്നോളം വരെ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് കഴിയുന്നോളം വരെ നമ്മൾ ഈ പറയുന്ന ഫോർമുലയൊക്കെ മാക്സിമം ബൈ ഹാർട്ട് തന്നെ ചെയ്യാൻ പഠിക്കുക. കാരണം വേറൊരു ഓപ്ഷൻ നമുക്കില്ല. നമ്മള് ഇപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ തന്നെ പല ടൈപ്പ് ഡേറ്റ വരുമ്പോൾ, ചിലത് അൺഗ്രൂപ്ഡ് ഡേറ്റ ആയിരിക്കാം, ചിലത് ഫ്രീക്വൻസി ഉള്ള ഡേറ്റ ആയിരിക്കാം, ചിലത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് ഇന്റർവെൽസ് തരുന്ന തരത്തിലുള്ള ഡേറ്റ ആയിരിക്കാം. അപ്പൊ ഈ പറയുന്ന ഓരോ ഡേറ്റ ടൈപ്പിനനുസരിച്ച് നമുക്ക് ആ മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുലയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് ഈ പറയുന്ന എല്ലാ ഫോർമുലയും നമുക്ക് പരിചിതമായിരിക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഒരു കംപ്ലീറ്റ് ഗ്രാസ്പ് ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ ഉണ്ടാകാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളോട് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചോദ്യങ്ങൾ പൊതുവെ ഡയറക്റ്റ് ആണ്. എന്നാൽ പോലും നമ്മൾ ഡയറക്റ്റ് എന്നതിലുപരിയായിട്ട് കുറച്ചുകൂടി ഒരു എന്താ, കുറച്ചൊന്ന് കറങ്ങി ചിന്തിച്ച് എത്തിക്കേണ്ട രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസും ആകാം. അപ്പൊ അതുകൊണ്ട് രണ്ട് തരത്തിലും നമുക്ക് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഒരു മെത്തേഡ് മാത്രം ഫോളോ ചെയ്യാതെ രണ്ട് തരത്തിലും, അതായത് ബോത്ത് പ്രാക്ടിക്കലി ചെയ്തും പഠിക്കണം, അതുപോലെ നമ്മൾ കാണുന്ന എല്ലാം MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കൂടാതെ തന്നെ നമുക്ക് ആ ഫോർമുല ഒരു എന്താ, ഒരു പരിചിതമാകാൻ വേണ്ടി നമ്മൾ അല്ലാത്തൊരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണും. അപ്പോൾ എന്നാലും ഇത് രണ്ടും മാക്സിമം തറവാകാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. ഓക്കെ. നമ്മൾ ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്, ഒരു ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. ഓക്കെ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇപ്പൊ നമുക്കറിയാം, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിന്റെ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് തന്നെ ഒരു ഡേറ്റയുടെ ഒരു സെറ്റ് ഓഫ് ഡേറ്റ നമുക്ക് മുമ്പിൽ ഉണ്ടാവും. ആ സെറ്റ് ഓഫ് ഡേറ്റയുടെ ഇൻഫറൻസ് എടുത്തുകൊണ്ട്, അല്ലെ? ഇൻഫറൻസ് എന്ന വാക്കിന്റെ അർത്ഥം, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ടല്ലോ, ഒരു 10ഓ 15ഓ 20ഓ 100ഓ 150ഓ ഒക്കെ ഡേറ്റ പോയിന്റുകൾ, അല്ലെ? ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാർക്കുകളായിരിക്കാം വന്നിരിക്കുന്നത്, അല്ലെ? ഒരു ടെസ്റ്റ് നടത്തിയ ക്ലാസ്സിലെ മാർക്കുകളായിരിക്കാം നമുക്ക് മുമ്പിൽ ഉണ്ടാവുക, അല്ലെ?
അപ്പൊ നമുക്ക് ആ മാർക്കുകളെ വെച്ചിട്ട് അതിന്റെ അകത്ത് നമുക്ക് മീനിങ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ പറയണം. അതായത് ഈ മാർക്കുകളുടെ പ്രത്യേകത ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഒരു ക്ലാസിന്റെ നിലവാരം എത്രയാണ് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം അതിനകത്തുനിന്ന് നമുക്ക് മീനിങ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ കണ്ടുപിടിക്കണം, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു മീനിങ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നമ്മൾ ഇൻഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻഫറൻസ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഫൈൻഡ് വേസ് ടു അസസ് ദ ഡേറ്റ. നമുക്ക് മുമ്പിൽ തന്നിരിക്കുന്ന 100ഉം 150ഉം ഒക്കെ സെറ്റ് ഓഫ് മാർക്കിനൊരു സെറ്റ് ഓഫ് വാല്യൂസിനൊരു പർട്ടിക്കുലർ അനാലിസിസിനൊരു മെത്തേഡ് വേണം, അല്ലെ? അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ട്രൈസ് ടു ലൊക്കേറ്റ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ്, നമുക്ക് മുമ്പിലിരിക്കുന്ന ഒരു ഡേറ്റ സെറ്റിനകത്തുനിന്ന് ഒരു മിഡ് പോയിന്റ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെ ലൊക്കേറ്റ് ചെയ്യാനോ ആണ് നമ്മൾ ഈ പറയുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യും, അല്ലെ? അതായത് ആ സെൻട്രൽ ടെൻഡൻസിയുടെ പ്രത്യേകത അത് ഏറ്റവും മിഡ് പോയിന്റ് ആയിരിക്കും. ആ പോയിന്റ് ആയിരിക്കും ഒരു പക്ഷെ ബാക്കി ഹോൾ ഡേറ്റനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും, അല്ലെ? ഇപ്പൊ ഒരു ക്ലാസിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുമ്പോൾ ആവറേജ് ഇസ് ടൈപ്പ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അല്ലെ? അപ്പൊ ആവറേജ് എന്ന് പറയുന്നത് 100ൽ പരീക്ഷ ഇട്ടപ്പോൾ ആ ക്ലാസിന്റെ കംപ്ലീറ്റ് ആവറേജ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 80 മാർക്കാണ്, അല്ലെ? 80 മാർക്കാണ് കിട്ടിയതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം നമ്മൾ പഠിപ്പിച്ച ഭൂരിഭാഗം കുട്ടികൾക്കും ഏകദേശം ഒരു 80 മാർക്സിനോട് അടുത്താണ് മാർക്ക് കിട്ടിയിരിക്കുന്നത്, വിച്ച് ഇസ് എ ബെറ്റർ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ആവറേജ് ട്രൈസ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻസ്, എന്താണ് ആ ഡേറ്റയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് ഒരൊറ്റ സിംഗിൾ പോയിന്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു മെഷറാണ് ഈ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്, അല്ലെ? അതിനാണ് നമ്മൾ മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുന്ന 3 മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 മെഷർ ഓഫ്. ഇത് കൂടാതെ പല ടൈപ്പ് ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട്. നമ്മൾ ഇനി കാണാൻ പോകുന്ന ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ എന്നൊക്കെ പറയുന്ന പോലെ പല ടൈപ്പ് മീൻ വാല്യൂസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഏറ്റവും ബേസിക് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് മീൻ, മീഡിയൻ, മോഡാണ്, അല്ലെ? സോ ദാറ്റ് ഇസ് വാട്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലാർജ് ഡേറ്റയെ നമുക്ക് എങ്ങനെയാണ് ഒരൊറ്റ സിംഗിൾ വാല്യൂ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക, അല്ലെ? അതായത് ഒരു സിംഗിൾ വാല്യൂ വെച്ച് യു ഷുഡ് ബി ഏബിൾ ടു ഐഡന്റിഫൈ എന്താണ് ആ ഡേറ്റയുടെ പ്രത്യേകത, എന്താണ് അതിന്റെ ഒരു ജനറൽ ടെൻഡൻസി എന്നറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യണം, അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അതാണ്. ഇപ്പൊ ഒരു അവസാനം നടത്തിയ ഒരു പരീക്ഷയിൽ ആവറേജ് എന്ന് പറയുന്നത് 95 ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ് ആവറേജ് 35 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ക്ലാസ് ആവറേജ് 95 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 100ൽ നടത്തിയ പരീക്ഷയിൽ ക്ലാസ് ആവറേജ് 95 ആണെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഷോസ് എ ബെറ്റർ പെർഫോമൻസ്, അല്ലെ? ഒരു നല്ല പെർഫോമൻസ് ആണ് കൂടുതൽ ആൾക്കാർക്കും ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതേസമയം ആ ക്ലാസ് ആവറേജ് 35 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ ആവറേജ് എന്ന് പറയുന്നത് അത്ര കൃത്യമല്ല, അല്ലെങ്കിൽ എന്താ കൃത്യമല്ല ഇൻ ദ സെൻസ് നമ്മൾ ആ എടുത്തിരിക്കുന്ന വാല്യൂ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ക്ലാസിന്റെ പെർഫോമൻസ് അത്ര നല്ലതല്ല എന്ന് തന്നെയാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ഇൻഫറൻസിലേക്ക്, ആ വാക്കിന്റെ അർത്ഥം ഇൻഫറൻസ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഫറൻസിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് എ സിംഗിൾ വാല്യൂ ദാറ്റ് റെപ്രസെന്റ്സ് ദ ഹോൾ ഡേറ്റ, അല്ലെ? അപ്പൊ അതിനു വേണ്ടിയാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് മെഷർ ഓഫ് ഡിസ്പെർഷനും ഉണ്ടാവും. അതായത് സെൻട്രൽ ടെൻഡൻസി ഒരു സിംഗിൾ വാല്യൂ, ഒരു മിഡ് പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മെഷർ ഓഫ് ഡിസ്പെർഷൻ കാണിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആവറേജ് വാല്യൂ എത്രത്തോളം ശരിയാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതായത് ഒരു പക്ഷെ ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം 95 ആണ് ഹയസ്റ്റ് വാല്യൂ. 95 ആണെന്നുണ്ടെങ്കിൽ ആ 95 എത്രമാത്രം കൃത്യമാണ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ചെക്ക് ഫോർ ദി മെഷർ ഓഫ് ഡിസ്പെർഷൻ, അല്ലെ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ മാർക്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡേറ്റ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും 70ൽ താഴെയായിരിക്കും മാർക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ചു പേർക്ക് 100ൽ 100ഉം എന്താ 100ൽ 99 ഒക്കെ വളരെ കുറച്ച് ആൾക്കാർക്ക് കിട്ടി. പക്ഷെ കൂടുതൽ ആൾക്കാർക്കും 70ക്ക് താഴെയായിരിക്കും ഒരു പക്ഷെ ചിലപ്പോൾ അതിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടാവും, അല്ലെ? അപ്പം നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടായിരിക്കും അപ്പൊ ഈ 95 എന്ന് പറയുന്ന ഒരു ആവറേജ് നമുക്ക് കിട്ടിയത്, അല്ലെ? ഒരു മിനിറ്റ്. 95 എന്ന് പറയുന്ന വാല്യൂ എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക നമ്മൾ ചിന്തിക്കും, അല്ലെ? അപ്പം വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ആവറേജിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെ? ഇറ്റ് ഇസ് നോട്ട് ആസ് പ്രിസൈസ് ആസ് വി തോട്ട് ഇറ്റ് വുഡ് ബി. എത്ര ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നോ അത്ര ശരിയായിരിക്കണം എന്ന് നിർബന്ധമില്ല, അല്ലെ? അപ്പൊ ഇത് മനസ്സിലാകുന്നത് എവിടെ നിന്നാ? വെൻ യു മെഷർ ദ ഡിസ്പെർഷൻ, അല്ലെ?
ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ് എത്രമാത്രം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന മീൻ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ മിഡ് പോയിന്റിൽ നിന്ന് എത്രമാത്രം ദൂരെയാണ് എന്നുള്ളതിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഡിസ്റ്റൻസ്, നമ്മുടെ സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എത്രമാത്രം കൃത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ? അപ്പൊ ദ മെഷർ ഓഫ് ഡിസ്പെർഷൻ ഇസ് ഓൾസോ എ ടൈപ്പ് ഓഫ് വേരിയബിലിറ്റി. അതായത് ആ ഡേറ്റയിൽ എത്രമാത്രം വേരിയേഷൻസ് ഉണ്ട് അല്ലെ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ് എത്രമാത്രം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന സെൻട്രൽ പോയിന്റിൽ നിന്ന് മാറി കിടക്കുന്നുണ്ട് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനാണ് മെഷർ ഓഫ് ഡിസ്പെർഷൻ യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന പോലെ മീൻ മീഡിയൻ മോഡ് പോലെ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആയിട്ട് നമുക്ക് വേറെ കുറെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും. ദർ ആർ ഡിഫറെന്റ് മെഷേഴ്സ്. നമുക്ക് പല വാല്യൂസ്, ഇപ്പൊ റേഞ്ച്, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, ദർ ഓൾ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ അല്ലെ? അപ്പൊ നമ്മളിവിടെ പഠിക്കുന്ന പോലെ മീൻ മീഡിയൻ മോഡ് പോലെ തന്നെ ദർ ഓൾസോ ഡിഫറെന്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ അല്ലെ? അപ്പം ഇതാണ് നമ്മൾ ഈ പറയുന്ന ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. ഓക്കെ, പക്ഷെ ഈവൻ ഇഫ് യു സേ ഇത് രണ്ടും വളരെ ബേസിക് ആണ് എന്ന് പറഞ്ഞാൽ പോലും ദ ഗിവ് ഇമ്മെൻസ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. ഒരു ഡേറ്റ സെറ്റിൽ നിന്ന് ഏറ്റവും പ്രൈമറി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ പറയുന്ന ആവറേജും ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജസിനെ നമ്മൾ ജനറലി ആവറേജ് എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മാത്തമാറ്റിക്കൽ ആവറേജ്, ഒന്ന് പൊസിഷണൽ ആവറേജ് ഉണ്ട് അല്ലെ? മാത്തമാറ്റിക്കൽ ആവറേജ് എന്ന് പറഞ്ഞാൽ യു ആർ യൂസിങ് സം സോർട്ട് ഓഫ് ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ ആവറേജ് വാല്യൂ. അതാണ് ഈ മീൻ എന്ന് വിളിക്കുന്നത്. ഒരു മീനിനെ സാധാരണ നമ്മൾ ആവറേജ് എന്ന് തന്നെ വിളിക്കും. അതുകൊണ്ട് മീൻ ആയാലും ആവറേജ് ആയാലും ജസ്റ്റ് റിമെമ്പർ ഇറ്റ് ഇസ് ബേസിക് അരിത്തമെറ്റിക് മീൻ ആണെന്ന് ചിന്തിച്ചു എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ പൊസിഷണൽ ആവറേജ് ഉണ്ട്. പൊസിഷണൽ ആവറേജ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഡേറ്റ സെറ്റിനെ നമ്മൾ ഒരു പ്രോപ്പർ ഓർഡറിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യും. അതിനകത്ത് നിന്ന് അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഓർഡറിനനുസരിച്ച് നമ്മൾ ഒരു പർട്ടിക്കുലർ മിഡ് പോയിന്റ് ഐഡന്റിഫൈ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ പൊസിഷണൽ ആവറേജ് എന്ന് വിളിക്കുന്നത് കേട്ടോ. മീഡിയൻ ആണ് അതിനകത്ത് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പൊസിഷണൽ ആവറേജ്. മോഡും ഇസ് ഓൾസോ കൈൻഡ് ഓഫ് എ പൊസിഷണൽ ആവറേജ്. ഇപ്പൊ നമ്മൾ അതിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന മെത്തഡോളജി ഒരു പൊസിഷണൽ ആവറേജ് കണ്ടുപിടിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് കൊണ്ടാണ് മോഡ് ഇസ് ഓൾസോ കൺസിഡർഡ് ആസ് എ പൊസിഷണൽ ആവറേജ്. ഓക്കെ, അതായത് അതിന്റെ പ്ലേസസ്, അത് എവിടെയാണ് സ്പേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പൊസിഷണൽ ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അഗെയിൻ മീൻ ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. മീനെ നമുക്ക് പലതരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ബേസിക് അരിത്തമെറ്റിക് മീൻ, നമ്മൾ സാധാരണ കാണുന്ന ആവറേജ് ഇല്ലേ, ടോട്ടൽ ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സാധനം, അതാണ് അരിത്തമെറ്റിക് മീൻ. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില ഡേറ്റ സെറ്റിലെ ചില വാല്യൂസിൽ നമുക്ക് ഒരിക്കലും അരിത്തമെറ്റിക് മീനിന്റെ മെത്തഡോളജി ഫോളോ ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ജോമെട്രിക് മീൻ യൂസ് ചെയ്യുന്നത്. സ്പെഷ്യലൈസ് കാറ്റഗറി യൂസ് ഫോർ സം വെരി സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ഓർ ഡേറ്റ ടൈപ്സ്. അതിനെയാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ചില ഡേറ്റ ടൈപ്പുകൾക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു തരത്തിലുള്ള മീനാണ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഇപ്പം ആവറേജസ് ദേ ആർ നോട്ട് 100% ഫുൾ പ്രൂഫ് അല്ലെ? നമ്മൾ കണ്ടുപിടിക്കുന്ന ആവറേജ് എപ്പോഴും ശരിയാകണം എന്നൊരു നിർബന്ധവും ഇല്ല. അപ്പൊ അങ്ങനെ കുറെ ഡീമെറിറ്റ്സിൽ നിന്നുണ്ടായ വാല്യൂസ് ആണ്, അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീനിന്റെ കുറെ ഡീമെറിറ്റ്സിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ ജോമെട്രിക് മീനും ഹാർമോണിക് മീനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, എല്ലാ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിക്കും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. അപ്പം ഈ അരിത്തമെറ്റിക് മീനിന്റെ കുറെ ഡീമെറിറ്റ്സിനെ കവർ ചെയ്യുന്ന ഒരു ആവറേജ് ആണ് ജോമെട്രിക് മീൻ അല്ലെ ഹാർമോണിക് മീൻ. ഈ രണ്ട് മീനും ഏകദേശം അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ജോമെട്രിക് മീനോ ഹാർമോണിക് മീനോ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ കാണാൻ പോകുന്ന ബേസിക് ആയിട്ടുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തേത് നമ്മൾ അരിത്തമെറ്റിക് മീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിന്റെ ഫോർമുല കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ഞാൻ പറഞ്ഞില്ലേ, പല ടൈപ്പ് ഡേറ്റയ്ക്ക് പല മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കണം. അതായത് ആ ഓരോ ടൈപ്പ് ഡേറ്റയ്ക്കും ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടത് ഉണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് അരിത്തമെറ്റിക്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് അരിത്തമെറ്റിക്. അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സിംപ്ലി an ആവറേജ് കേട്ടോ. അതായത് to compute the mean of your last 10 statistics test, you can simply add them up and divide it by 10. കേട്ടോ, അതായത് നമുക്ക് ടോട്ടൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ, 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് മുമ്പിലുണ്ടെങ്കിൽ ആ 1 തൊട്ട് 10 വരെയുള്ളതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. അതൊരു അൺഗ്രൂപ്ഡ് ഡേറ്റയാണ് അല്ലെ? അതിനൊരു പ്രത്യേക
ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ഡിസ്ട്രിബ്യൂഷനോ ഒന്നും തന്നിട്ടില്ല. നമുക്ക് ഒരു സെറ്റ് ഓഫ് പത്ത് വാല്യൂസ് ഉള്ളൊരു ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ ആവറേജ് ചുമ്മാ വേണേ കണ്ടുപിടിക്കാം അല്ലെ. ഇഫ് യു ആഡ് ഫ്രം 1 to 10 എല്ലാത്തിന്റെ സം ചെയ്യുക, ഡിവൈഡഡ് ബൈ 10. 10 ഇസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അതാണ് സിംപ്ലി ഒരു അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു അൺഗ്രൂപ്ഡ് ഡേറ്റയുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അഗെയിൻ മീന് നമുക്ക് പലതരത്തിൽ റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. അതാണ്, അതായത് പോപ്പുലേഷന്റെയും സാമ്പിളിനും വ്യത്യാസം അനുസരിച്ച് മീനിനെ നമുക്ക് പോപ്പുലേഷൻ മ്യൂ എന്ന് വിളിക്കാം, എക്സ് ബാർ എന്ന് വിളിക്കാം കേട്ടോ. അത് എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ പോപ്പുലേഷനും സാമ്പിളും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി ഒബ്സർവേഷനെ നമ്മൾ ഒരുപോലെ കൺസിഡർ ചെയ്യുന്നതാണ് പോപ്പുലേഷൻ എങ്കിൽ. സാമ്പിൾ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ് അല്ലെ. സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ അതിനകത്തുനിന്ന് റാൻഡം ആയിട്ടോ അല്ലെങ്കിൽ നോൺ റാൻഡം ആയിട്ടോ ഒക്കെ പലതരത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിലെ ഒബ്സർവേഷൻസിനെയും നമ്മൾ സ്പെസിഫിക്കലി ചൂസ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഫ്രം എ പോപ്പുലേഷൻ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് പോപ്പുലേഷൻ, എത്ര സാമ്പിൾ വേണമെങ്കിലും നമുക്ക് അതിനകത്തു നിന്ന് ജനറേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ പോപ്പുലേഷന്റെ മീനെ സാധാരണഗതിയിൽ നമ്മൾ മ്യൂ എന്നും, നിങ്ങൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിലേക്കൊക്കെ വരുമ്പോൾ മ്യൂ കാണുമ്പോൾ ഒന്ന് ഓർക്കുക, ഇറ്റ് റെപ്രസെന്റ്സ് പോപ്പുലേഷൻ മീൻ. ഓക്കെ, അല്ലെങ്കിൽ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് സാമ്പിൾ മീൻ. ഇറ്റ് റെപ്രസെന്റ്സ് സാമ്പിൾ മീൻ എന്ന് എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അതായത് ഇവിടെ നമ്മൾ സിമ്പിൾ ഒരു അൺഗ്രൂപ്ഡ് ഡേറ്റയ്ക്ക് നമ്മൾ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് അല്ലെ. ഇഫ് ദർ ആർ n ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ സെറ്റിന്റെ സൈസ് ആണ് ഈ n എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ 10 വാല്യൂസ്, ഇപ്പൊ 10 പേരുടെ 10 കുട്ടികളുടെ മാർക്കാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ആ n ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 10 ആണ് അല്ലെ. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഇവിടെ n ഒബ്സർവേഷൻസ്, സൈസ് ഓഫ് ദ ഡേറ്റ സെറ്റിനെയാണ് n എന്ന് പറയുന്നത് അല്ലെ. സോ mu is equal to x1 plus x2 plus x3. x1, x2, x3 എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ, ഇപ്പം മാർക്കാണ്. ഇഫ് മാർക്ക് ഇസ് യുവർ വേരിയബിൾ, then ആ വേരിയബിളിന് ഓരോന്നിനും എടുക്കുന്ന വാല്യൂസ് ആണ് ഇവിടെ x1, x2, x3, എക്സെട്ര xn. n is the ലാസ്റ്റ് വാല്യൂ, അതായത് ഏറ്റവും അവസാനം നമ്മൾ എടുക്കുന്ന ആ നമ്മുടെ ഡേറ്റ സെറ്റിലെ ഏറ്റവും അവസാനത്തെ വാല്യൂനെയാണ് നമ്മൾ യൂഷ്വലി ഇൻ ജനറൽ ടേംസ് xn എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഡിവൈഡഡ് ബൈ n. n is the total number of observations. എത്ര പേരെ അല്ലെങ്കിൽ എത്ര കുട്ടികളുടെ മാർക്കാണ്, നമ്മളുടെ മാർക്കിന്റെ ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ് n എന്ന് പറയുന്നത് അല്ലെ. if it is 10, then n is 10. Okay, then population mean is equal to mu equal to sigma x by n. Okay, അപ്പൊ സിഗ്മ എക്സ് എന്ന് പറയുന്നത് എന്താ? സിഗ്മ എക്സ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ മാർക്സ് കേട്ടോ. എക്സ് വാല്യൂസിന്റെ എല്ലാം സമ്മിനെയാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. സോ ദ ന്യൂമറേറ്റർ ഇസ് the sum of all x values divided by n. n is the size of the population or the number of observations that you have had. Okay, so mu is equal to sigma x by n. എന്താ സാമ്പിൾ മീൻ? രണ്ടിലും ഉപയോഗിക്കുന്ന മെത്തേഡ് രണ്ടും സെയിം ആണ്. The only difference is in the way it is represented കേട്ടോ. ഇത് മ്യൂ ആണ്, പോപ്പുലേഷൻ മീൻ മ്യൂ ആണെങ്കിൽ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ ആയിരിക്കും. അവിടെ നമ്മൾ സ്മോൾ n കാണിക്കുന്നത് യൂഷ്വലി സാമ്പിളിനെ റെപ്രസെന്റ് ചെയ്യാനാണ് n കാണിക്കുന്നത്. അഗെയിൻ ഇറ്റ് ഇസ് ഓൾസോ സിമിലർ. പോപ്പുലേഷൻ അകത്തുനിന്ന് നമ്മൾ റാൻഡം ആയിട്ടോ അല്ലെ നോൺ റാൻഡം ആയിട്ടൊക്കെയോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് വാല്യൂസിന്റെ സം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സം ഇസ് അഗെയിൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ n. ഓക്കെ, ഇതൊരു അൺഗ്രൂപ്ഡ് ഡേറ്റ ആണ്. ഗ്രൂപ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേക ഓർഡർ ഒന്നുമില്ല, ഇതിനൊരു പ്രത്യേക ക്ലാസ് ഇന്റർവെല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ അൺഗ്രൂപ്ഡ് ഡേറ്റ എന്ന് വിളിക്കുന്നത്. അപ്പൊ അൺഗ്രൂപ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ചുമ്മാ കുറെ 10ഓ 12ഓ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടാവും. അതിനെ ഡയറക്ട്ലി നമുക്ക് ഈ പറയുന്ന സിഗ്മ എക്സ് ബൈ n എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആവറേജ് ഓർ ദി അരിത്തമെറ്റിക് മീൻ ഓഫ് ഓൾ ദീസ് വാല്യൂസ് അല്ലെ. അപ്പൊ അത് കിട്ടും. അതാണ് അൺഗ്രൂപ്ഡ് ഡേറ്റയുടെ പ്രത്യേകത. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സൗണ്ട് ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഇവിടെ assume that monthly sales revenue of in thousands of dollars for 5 months is to be found കേട്ടോ. ആവറേജ് കാണുക എന്നുള്ളതാണ്. 56, 67 ഇത് റാൻഡം സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ആ റാൻഡം സെറ്റ് ഓഫ് നമ്പേഴ്സ് 56, 67, 52 എന്ന് പറയുന്നത് നോക്കി, ഇതിന്റെ എണ്ണം സാധാരണ അൺഗ്രൂപ്ഡ് ഡേറ്റയുടെ പ്രത്യേകത വളരെ കുറച്ച് നമ്പേഴ്സേ ഉണ്ടാവുള്ളൂ.
അപ്പൊ അതിന്റെ മീൻ വാല്യൂ കിട്ടുക എന്ന് പറയുന്നത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ദ നമ്പേഴ്സ്. നമുക്ക് എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ട്, നമ്മൾ അതിന്റെ പ്രത്യേക ഓർഡർ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ആ നമ്പേഴ്സ് ഏത് ഓർഡറിലാണോ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ സം എടുക്കാം. 56 പ്ലസ് 67 പ്ലസ് എക്സെട്ര പ്ലസ് 67 അല്ലെ, ഡിവൈഡഡ് ബൈ 5. 5 മാസത്തെയാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് 5 ആണ് നമ്മുടെ സൈസ് എന്ന് പറയുന്നത് അല്ലെ. സോ ദ സം വിച്ച് ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 57.4. So this is the average or arithmetic mean or x bar of a ungrouped data അല്ലെ. അൺഗ്രൂപ്ഡ് ഡേറ്റയുടെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്താണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇനി നോക്കിക്കേ, ഇനി നമ്മൾ ഫ്രീക്വൻസീസിലേക്ക് കടക്കുക. അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് വളരെ കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ അല്ലെ, ആകെ 5 വാല്യൂസേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഡയറക്റ്റ് ആയിട്ട് അരിത്തമെറ്റിക് ആവറേജ് എടുക്കാൻ വളരെ എളുപ്പമാണ് അല്ലെ. പക്ഷെ അടുത്ത സെറ്റ് ഓഫ് ഡേറ്റ നോക്കിക്കേ, ഇതിന്റെ അകത്ത് ഈ ടേബിളിന്റെ എക്സാമ്പിളിലേക്ക് നോക്കിയാൽ മതി. ഇതിനകത്ത് വാല്യൂസ്, എക്സിന്റെ വാല്യൂസ് അഗൈൻ മാർക്കുകളായിരിക്കാം കേട്ടോ. മാർക്കാണ്, പക്ഷെ അതില് 5 കിട്ടിയവരും 15 കിട്ടിയവരും 25 മാർക്ക് കിട്ടിയവരും അങ്ങനെ 75 മാർക്ക് വരെ കിട്ടിയ ആൾക്കാരുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന 10ഓ 15ഓ പേരുടെ ക്ലാസ് റൂം ആയിരിക്കില്ല. അതില് നോക്കി, ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 250 പേര്. ദാറ്റ് മീൻസ് 250 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസിന്റെ അല്ലെങ്കിൽ ഒരു 3-4 ക്ലാസ്സുകളെ ഒന്നിച്ചെടുത്തിരിക്കുന്നതിന്റെ മാർക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇപ്പൊ 250 പേരുടെയും സം എടുത്ത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, യു ക്യാൻ മോഡിഫൈ ദ ഫോർമുല. ആ ഫോർമുലയെ നമുക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. ആ ഫോർമുല മോഡിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, യൂസിങ് ഫ്രീക്വൻസീസ് ഓൾസോ അല്ലെ. അപ്പൊ നമ്മൾ ആ ഡേറ്റയാണ് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ 5നെ 5 പ്രാവശ്യം അല്ലെ 15 പ്രാവശ്യം. ഇപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, എത്ര തവണ ഈ 5 മാർക്ക് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതായി ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ 5 മാർക്ക് കിട്ടിയ 15 പേരുണ്ടാവും, അല്ലെ 15 മാർക്ക് കിട്ടിയ 20 പേരുണ്ടാവും, അല്ലെങ്കിൽ 75 മാർക്ക് കിട്ടിയ 52 പേരുണ്ടാവും ആ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിനകത്ത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഫ്രീക്വൻസീസിനെ കൂടെ കൺസിഡർ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ 5നെ 15 പ്രാവശ്യം സം ചെയ്യാനോ അല്ലെ 15നെ 20 പ്രാവശ്യം സം ചെയ്യാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ എന്ത് യൂസ് ചെയ്യാം, അപ്പൊ യു ക്യാൻ യൂസ് ദിസ് പെർട്ടിക്കുലർ ഫോർമുല. നേരത്തെ നമ്മൾ കണ്ട ആവറേജിന്റെ അതേ മെത്തേഡ് തന്നെയാണ്, പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സിഗ്മ FI XI എന്നാണ് നമ്മൾ ഇവിടെ ന്യൂമറേറ്റർ കാൽക്കുലേറ്റ് ചെയ്യും അല്ലെ. അതായത് എന്താ അത്, ദാറ്റ് മീൻസ് യു ആർ മൾട്ടിപ്ലൈങ് ദ ഫ്രീക്വൻസി വിത്ത് ദ എക്സ് വാല്യൂസ്. 15 into 5 അതാണ് ഇവിടെ FX അല്ലെങ്കിൽ FI XI എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന 75 എന്ന് പറയും അല്ലെ. ഈ I റെപ്രസെന്റ് ചെയ്യുന്നത് ഈ വാല്യൂസ് ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി I കാണിക്കുന്നത്, ആ സബ്സ്ക്രിപ്റ്റ് I കാണിക്കുന്നത് കേട്ടോ. അതായത് ആ വാല്യൂ എഫിന്റെയും എക്സിന്റെയും വാല്യൂ ഫിക്സഡ് അല്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നോക്കി, എക്സിന്റെ വാല്യൂ 5ൽ നിന്ന് 75 വരെയും ഫ്രീക്വൻസിയുടെ വാല്യൂ 50ൽ നിന്ന് 52 വരെയും ആകുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിന് ചേഞ്ച് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് I എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 15 into 5 into 15 equal to 75. അഗെയിൻ അടുത്ത കോളത്തിൽ 15 into 20 300. ഇങ്ങനെ ഓരോ എക്സ് വാല്യൂസും അതിന്റെ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഡേറ്റയിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താ, 5നെ 5 ഇപ്പൊ 5 ഒരാളാണെങ്കിൽ ആ 5 + 15 + 25 അങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. എല്ലാവരും ഓരോരുത്തരും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 5 മാർക്ക് കിട്ടിയ 15 പേരുണ്ട്. അപ്പൊ 5നെ നമ്മൾ 5 പ്രാവശ്യം ആഡ് ചെയ്യുന്നതിലും ഭേദം യു ക്യാൻ മൾട്ടിപ്ലൈ 5 by 50 അല്ലെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറും കിട്ടും, പക്ഷെ യു ഹാവ് ടു മോഡിഫൈ ദ ഫോർമുല. അതിന്റെ ന്യൂമറേറ്റർ ആണ് സിഗ്മ FI XI. അതായത് ഈ ലാസ്റ്റ് കോളത്തിന്റെ സം ആണ് ഈ ന്യൂമറേറ്ററിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ജസ്റ്റ് 12,600. ഓക്കെ, ഇനി ന്യൂമറേറ്ററിലും വ്യത്യാസമുണ്ട്. നേരത്തെ N ആണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് നമ്മൾ അവിടെ കാണിച്ചിരിക്കുന്നെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് സം ഓഫ് ഫ്രീക്വൻസീസ്. കാരണം നമ്മുടെ ഈ സം ഓഫ് ഫ്രീക്വൻസീസ് എടുത്ത് എന്ത് കിട്ടും, എത്ര പേര് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ട് എന്നുള്ള വാല്യൂ കിട്ടും അല്ലെ. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെ N എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ 5 എന്ന് എടുത്താൽ മൊത്തം നമ്മുടെ ഗ്രൂപ്പിൽ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, ഫ്രീക്വൻസീസ് ആഡ് ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പം ഓരോ മാർക്ക് കിട്ടി എത്ര കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ ഫ്രീക്വൻസി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ ഇഫ് യു ടേക്ക് ദ ടോട്ടൽ ഓഫ് ദിസ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 250 വിച്ച് ഇസ് സിമിലർ ടു N. ഈ N തന്നെയാണ് കേട്ടോ. ഇവിടെ ഈ ഫോർമുലയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന N തന്നെയാണ് ബൈ ഡെഫിനിഷൻ. പക്ഷെ നമ്മൾ ആ N കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ ടേക്കിംഗ് ദ സം ഓഫ് ഫ്രീക്വൻസീസ് കേട്ടോ. 25 എന്നുള്ള സം, 250 എന്നുള്ള സം അല്ലെ. സോ ദി ആൻസർ ഇസ് 12,600 / 250 which is equal to 50.4. ഓക്കെ,
അപ്പം സെയിം ആണ് കേട്ടോ, രണ്ടിന്റെയും ആവറേജ് കണ്ടുപിടിക്കുന്നതിന്റെ മെത്തേഡ് രണ്ടിടത്തും സെയിം ആണ്. പക്ഷെ ആ ഡേറ്റ ടൈപ്പിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു അല്ലെ. ഇപ്പൊ ഡേറ്റയുടെ എണ്ണം കൂടി, നേരത്തെ 5ഉം 10ഉം പേരുണ്ടായിരുന്നത് ഇപ്പൊ 250 300 പേരൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനെ ഫ്രീക്വൻസി ഒക്കെ ആക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഫോർമുലയുടെ രീതി മാറി അല്ലെ. FI/XI ഡിവൈഡഡ് ബൈ സിഗ്മ FI സെയിം തന്നെയാണ് കേട്ടോ. സം ഓഫ് എന്നും സം ഓഫ് XIയും ഡിവൈഡഡ് ബൈ എന്നും പോലെ തന്നെയാണ് ഇവിടെ ഫ്രീക്വൻസീസ് മൾട്ടിപ്ലൈ ചെയ്യപ്പെടണം എക്സിന്റെ കൂടെ. അതുപോലെ ഫ്രീക്വൻസീസിന്റെ സം എടുത്താലേ എന്ന് കിട്ടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ അതാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇത് ഡിസ്ക്രീറ്റ് ആവാൻ കാരണം ഇവിടെ എക്സിന്റെ വാല്യൂസ് എല്ലാം നോക്കി ഓരോ വാല്യൂസേ ഉള്ളൂ, ഓരോ സെറ്റ് ഓഫ് വാല്യൂസേ ഉള്ളൂ അല്ലെ. 5, 15, 25 എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ വാല്യൂസ് ആണ് എക്സിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയി മാറിയിരിക്കുന്നത്. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് എക്സ് ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയി മാറും. ഓക്കെ, ഇനി അടുത്തതാണ് നെക്സ്റ്റ് ഇസ് അനദർ ടൈപ്പ് ഓഫ് ഡേറ്റ, അതാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കിക്കേ, ഏജ് ദർ കൺസിഡറിങ് ഏജ്. അപ്പം 0 to 10 എന്നുള്ള ഒരു ക്ലാസ് തന്നിട്ടുണ്ട് അല്ലെ, ക്ലാസ് ഇന്റർവെൽ തന്നിട്ടുണ്ട്. ആ ക്ലാസ് ഇന്റർവെൽ കണ്ടിന്യൂസ് ആണ്. 0 to 10, 10 to 20, 20 to 30, അങ്ങനെ 70 to 80 ഏജ് വരെയുള്ള ആളുകളെ നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി 0 to 10 വരെയുള്ള എത്ര ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് 15, 13, 53, 70 to 80 ഇടയിലുള്ള 125 പേര്. ഇതൊക്കെ ഈ പറയുന്ന ഓരോ ഏജ് കാറ്റഗറിയിൽ എത്ര ആളുകളാ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ അകത്ത് അല്ലെ സാമ്പിളിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഈ ഡേറ്റ സെറ്റിന്റെ ഉദ്ദേശം അല്ലെ. അപ്പം ഇതിന് തൊട്ട് മുമ്പ് നമുക്ക് എക്സിന് എന്തേ ഉള്ളൂ, ഇൻഡിവിജ്വൽ വാല്യൂസേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇതൊരു ക്ലാസ് ഇന്റർവെൽ അല്ലെ. ഇതിനൊരു അപ്പർ ലിമിറ്റ് ഉണ്ടാവും, ഒരു ലോവർ ലിമിറ്റ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എന്താ, ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് മിഡ് വാല്യൂ. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മിഡ് വാല്യൂ ഓഫ് എക്സ്. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതിന്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാം. മിഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, ഈ ക്ലാസ് ഇന്റർവെലിന്റെ മിഡ് വാല്യൂ, അതായത് 0 + 10 ഡിവൈഡഡ് ബൈ 2. അതായത് ഓരോ ക്ലാസ് ഇന്റർവെല്ലും തമ്മിൽ അതിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 കേട്ടോ. മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക, എക്സിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നാണ് ഇവിടെ എക്സ്ട്രാ ഒരു അഡീഷണലി ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, യു ഫൗണ്ട് ഔട്ട് ദ മിഡ് വാല്യൂ ഓഫ് എക്സ്. ഓരോ ക്ലാസ്സിലും 10 to 20യുടെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. കാരണം 30 ഡിവൈഡഡ് ബൈ 2 is 50. 30യുടെയും 20യുടെയും മിഡ് വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. 50 ഡിവൈഡഡ് ബൈ 2 is 25. അങ്ങനെ 70യുടെയും 80യുടെയും വരെ ഉള്ള മിഡ് പോയിന്റുകൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, so that is one additional step that you have to do when there is a continuous frequency distribution. Okay, പിന്നെ എന്ത് ചെയ്യണം, ഇനി അതിന്റെ കൂടുതൽ നമ്മൾ ഈ പറയുന്ന ഇതാണ് ദിസ് ബിക്കംസ് യുവർ എക്സ് വാല്യൂസ് അല്ലെ. ഇനി ഈ ഫ്രീക്വൻസിനെയും ഈ എക്സ് വാല്യൂസിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. 75, അതായത് 15 into 5 75, 30 into 15 450, 53 into 25 1325 എന്നുള്ള വാല്യൂയിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, യു ഹാവ് ടു ടേക്ക് ദ സം ഓഫ് ദിസ് FX which is 31875, 31,875 എന്നുള്ളതാണ് സം ഓഫ് FX എന്ന് പറയുന്നത് അല്ലെ. ഇനി അതിന്റെ സം എടുക്കുക. ആ സം എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഡിവൈഡഡ് ബൈ 623. 623 എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ഫ്രീക്വൻസീസ് ആണ് അല്ലെ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് തന്നെയാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ ദാറ്റ് മീൻസ് സിഗ്മ FX ഡിവൈഡഡ് ബൈ സിഗ്മ F എന്നുള്ളതാണ് മീൻ വാല്യൂ. 31875 ഡിവൈഡഡ് ബൈ 623 which is equal to 51.16. ഓക്കെ, അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസിൽ നമ്മൾ മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പം മനസ്സിലായില്ലേ, നമ്മൾ അൺഗ്രൂപ്ഡ് ഡേറ്റയിലും ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയിലും കണ്ടിന്യൂസ് ഫ്രീക്വൻസിയിലും നമ്മൾ യൂസ് ചെയ്യേണ്ട അരിത്തമെറ്റിക് മീനിന്റെ മെത്തേഡ് വളരെ ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ 3 ഫോർമുലയും ഓർത്തിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്താണ് പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് മീൻ. ഇപ്പൊ നമ്മൾ കണ്ട ആവറേജസിന്റെ എല്ലാം നമ്മൾ ഫ്രീക്വൻസീസും ഡിവൈഡഡ് ബൈ എന്നും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആവറേജ് ആണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഇസ് എ മാത്തമാറ്റിക്കൽ ആവറേജ്. അതാണ് അതിന്റെ ആദ്യത്തെ, അതൊരു പൊസിഷണൽ ആവറേജ് ഒന്നും അല്ല,
നമുക്ക് ഇതിനെ മാത്തമാറ്റിക്കൽ ആവറേജ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അടുത്തൊരു പ്രോപ്പർട്ടി, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഓൾ ഐറ്റംസ് ഫ്രം ദ മീൻ ഇസ് 0. അതായത് സിഗ്മ എക്സ് മൈനസ് എക്സ്, ഇവിടെ ഒരു ബാർ ഉണ്ട് കേട്ടോ, എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഡീവിയേഷൻ എടുത്താലും, അതായത് എക്സിൽ നിന്ന് എന്ത് ഡീവിയേഷൻ എക്സ് ബാറിൽ നിന്ന്, അതായത് ആവറേജ് വാല്യൂയിൽ നിന്ന് എന്ത് ഡീവിയേഷൻ എടുത്താലും, ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ എക്സ് വാല്യൂ അതിന്റെ കറസ്പോണ്ടിങ് ആവറേജും തമ്മിൽ മൈനസ് ചെയ്യുക അല്ലെ, അതിന്റെ സം എടുത്താൽ ഇറ്റ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു 0 കേട്ടോ. അതാണ് അരിത്തമെറ്റിക് മീനിന്റെ പ്രത്യേകത. അതായത് ഇപ്പൊ ഇവിടെ ഈ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ആവറേജും അതിന്റെ എക്സ് വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി, അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഈക്വൽ ടു 0. ഓക്കെ, അതാണ് അതിന്റെ ഏറ്റവും ആദ്യത്തെ, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കോറിലേഷനും റിഗ്രഷനും ഒക്കെ പഠിക്കും. അപ്പൊ റിഗ്രഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഈ പറയുന്ന ഒരു ഐഡിയ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്ത പോയിന്റ് നമ്മൾ അവിടെ യൂസ് ചെയ്യും, അതായത് സം ഓഫ് സ്ക്വയർ ഡീവിയേഷൻസ് ഫ്രം ദ മീൻ ഇസ് മിനിമം കേട്ടോ. അതായത് നമ്മളിപ്പോ ഇവിടെ എടുത്തിരിക്കുന്ന സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു അല്ലെ. ഇനി ഇതിനെ സ്ക്വയർ ചെയ്യാന്ന് വിചാരിച്ചോ, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, അതാണ് ഈ സം ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻസ് എന്ന് പറയുന്നത്. എക്സ് മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ എടുക്കുക ചെയ്യും അല്ലെ. അപ്പൊ ദാറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0 അല്ലെ. പോസിറ്റീവും നെഗറ്റീവും വാല്യൂസ് ഉണ്ടാവില്ല. അപ്പം ഉറപ്പായിട്ടും അതെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. പക്ഷെ നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു എ മിനിമം വാല്യൂ, ഒരു മിനിമം വാല്യൂ ആയിരിക്കും അതിനുണ്ടാവുക. ഓക്കെ, ഈ രണ്ട് പോയിന്റുകളും എപ്പോഴും ഓർത്തിരിക്കുക, കാരണം ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്, റിഗ്രഷനിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. റിഗ്രഷനിനകത്ത് നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടാണ് റിഗ്രഷനകത്ത് നമ്മൾ റിഗ്രഷന്റെ കോഎഫിഷ്യൻസിനെ എസ്റ്റിമേറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഇത് എപ്പോഴും ഓർത്തിരിക്കുക. സം ഓഫ് സ്ക്വയർ ഡീവിയേഷൻസ്, സം ഓഫ് ഡീവിയേഷൻസ് ഫ്രം മീൻ ഇസ് 0, അത് ഓർത്തിരിക്കുക. സം ഓഫ് സ്ക്വയർ ഡീവിയേഷൻസ് ഫ്രം മീൻ വിൽ ബി മിനിമം എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ if all items are replaced by some number, ഏതെങ്കിലും ഒരു സിമിലർ നമ്പർ വെച്ചിട്ടാണ് എല്ലാത്തിനെയും മാറ്റുന്നതെങ്കിൽ the mean value will not change അല്ലെ. മീൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ആവറേജ് അല്ലേ. അപ്പൊ എല്ലാത്തിനെയും ഒരേ വാല്യൂ വെച്ചാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ the average will also not change. ഓക്കെ, അതാണ് അടുത്ത പ്രോപ്പർട്ടി. If we add, subtract, multiply or divide all the items with a number, then the mean would be changed in same manner കേട്ടോ. അതായത് ഒരേ നമ്പർ ആണ് ആഡ് ചെയ്യുന്നതോ സബ്സ്ട്രാക്ട് ചെയ്യുന്നതോ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താലും അതിന്റെ മീൻ ചേഞ്ച് ചെയ്യുന്നതെല്ലാം ഒരേ രീതിയിലായിരിക്കും കേട്ടോ. ദാറ്റ് മീൻസ് നമ്മൾ ഒരു നമ്പർ ആഡ് ചെയ്താലും ഇഫ് യു ആർ യൂസിങ് ദ സെയിം നമ്പർ ടു ചേഞ്ച്, സേസ് ദാറ്റ് ഒരേ നമ്പർ ആണ് നമ്മൾ ആ സീരീസിനെ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന മീൻ വാല്യൂവും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഒരേപോലെ ആയിരിക്കും മീൻ വാല്യൂ മാറുന്നതെന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി അടുത്താണ് കേപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞ് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ഉള്ള അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് പോസിബിൾ ആയ ഒരു വാല്യൂ ആണ് ഈ അരിത്തമെറ്റിക് മീനിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ മീനിന്റെ വാല്യൂ, അരിത്തമെറ്റിക് മീനിന്റെ ഫോർമുല ഒരുപാട് കേസുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസിനും ഡെറിവേഷൻസിനും ഒക്കെ ഈ ആവറേജിന്റെ വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അരിത്തമെറ്റിക് മീൻ ഇസ് ഓൾവേസ് ക്യാൻ ഓൾവേസ് ബി യൂസ്ഡ് ഫോർ ഫർദർ ഓൾജിബ്രിക് ചേഞ്ചസ്, എന്തെങ്കിലും ഒരു ചേഞ്ചസോ യൂസസിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ സെയിം നമ്പർ വെച്ചാണ് മാറുന്നതെങ്കിൽ ഇത് ഓർത്തിരിക്കണം കേട്ടോ. സെയിം നമ്പർ വെച്ചാൽ മാറുന്നെങ്കിൽ അതിന്റെ ആവറേജ് മാറില്ല. പക്ഷെ ഈ ആഡ് ചെയ്യുന്നതും സബ്സ്ട്രാക്ട് ചെയ്യുന്നതും ഒരേ നമ്പർ വെച്ചിട്ടാണെങ്കിൽ ആ സെയിം ചേഞ്ച് എവിടെ റിഫ്ലക്ട് ആവും, അത് മീൻ വാല്യൂ റിഫ്ലക്ട് ആവും. ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ്
അടുത്താണ് മെറിറ്റ്സ് ഓഫ് ഡീമെറിറ്റ്സ് ഓഫ് അരിത്തമെറ്റിക് മീൻ കേട്ടോ. നമ്മൾ പറഞ്ഞു എല്ലാ മീൻ വാല്യൂസും പെർഫെക്റ്റ്ലി നല്ലൊരു മീൻ ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ആവറേജ് ഒരുപക്ഷെ ചിലപ്പോൾ 95 ആയിരിക്കും, പക്ഷെ ആ ക്ലാസ്സിന്റെ മെജോറിറ്റി മാർക്കുകളും 70ക്ക് താഴെയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ആവറേജിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ അത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ്. ഓക്കെ, സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് മെ നോട്ട് പ്രൊവൈഡ് അസ് വിത്ത് ദ കറക്റ്റ് അരിത്തമെറ്റിക് വാല്യൂ കേട്ടോ. അതായത് നമ്മുടെ സാമ്പിൾ മാറുന്നതിനനുസരിച്ച് ഉറപ്പായിട്ടും സാമ്പിളിനകത്ത് നിന്ന് കിട്ടുന്ന മീൻ വാല്യൂവിൽ വ്യത്യാസം വരും അല്ലെ. അപ്പൊ നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ ക്വാളിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീച്ചർ അനുസരിച്ച് അരിത്തമെറ്റിക് മീനിന്റെ വാല്യൂവിന് മാറ്റം വരും, ഉറപ്പായിട്ടും വരും അല്ലെ. അതുപോലെ തന്നെ എക്സ്ട്രീം വാല്യൂസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ക്ലാസ്സിൽ ഒരു 50 പേരുള്ള ക്ലാസ്സിൽ ഒരു 10 പേർക്കെങ്കിലും 100ൽ 100 എന്ന് പറയുന്ന മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടുന്ന ആവറേജിനെ അത് ബയാസ്ഡ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിൽ കുറച്ച് പേർക്ക് ഒരു 15 പേർക്ക് 0 മാർക്കാണ് കിട്ടുന്നെങ്കിൽ ദാറ്റ് ക്യാൻ ഓൾസോ അഫക്ട് ദി ആവറേജ് ദാറ്റ് യു ആർ കാൽക്കുലേറ്റഡ് അല്ലെ. ഒന്നും അല്ലെങ്കിൽ അതൊരു അപ്വേർഡ് ബയാസോ അല്ലെങ്കിൽ അതിനൊരു ഡൗൺവേർഡ് ബയാസോ വരാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ ഈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ക്യാൻ ബി either ദ മാക്സിമം ഓർ ദി മിനിമം കേട്ടോ. അതായത് 100ൽ 100ഉം കിട്ടാം അല്ലെങ്കിൽ 100ൽ 0യും കിട്ടാം. അപ്പൊ ഇങ്ങനെ രണ്ട് എക്സ്ട്രീം വാല്യൂസിന്റെ പ്രസൻസ് ഒരുപക്ഷെ ആ ഡേറ്റയിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അരിത്തമെറ്റിക് മീനിനെ അത് ബയാസ്ഡ് ആക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇറ്റ് ഇസ് പർട്ടിക്കുലർലി സസെപ്റ്റബിൾ ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞ ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു ഡേറ്റാ സെറ്റിന്റെ ഫീച്ചറുമായിട്ട് യാതൊരു തരത്തിലുള്ള മാച്ചിങ്ങും ഇല്ലാത്തൊരു വാല്യൂ ആണ് നമ്മുടെ ആ ഡേറ്റാ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നെങ്കിൽ. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡേറ്റാ സെറ്റ് എന്ന് പറയുന്നത് പക്ഷെ ആ ക്ലാസ്സിലെ ആവറേജ് കുട്ടികളുടെ മാർക്കുകളായിരിക്കാം അല്ലെ. അതായത് ഇപ്പൊ ഒരു 100 മാർക്കിൽ പരീക്ഷ നടത്തി ഒരു 50നും 70നും ഇടയിൽ മാർക്ക് കിട്ടിയ, അല്ലെങ്കിൽ പോട്ടെ ഒരു 50നും 60നും ഇടയിൽ മാർക്ക് കിട്ടിയ ആളുകളുടെ ഡേറ്റ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അതിലൊരാൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ 100ൽ 100 കിട്ടിയ ഒന്നോ രണ്ടോ പേരോ നമ്മുടെ ആ ഡേറ്റ സെറ്റിൽ ഇടം പിടിച്ച് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ സാമ്പിളിങ്ങിന്റെ വിഷയം കൊണ്ടാകാം, അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് ഒരുപക്ഷെ അങ്ങനെ കയറി വന്നുകൊണ്ടായിരിക്കാം അല്ലെ. അതായത് ആ ക്ലാസ്സിലുള്ള അത് ഒരുപക്ഷെ നമ്മൾ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന 50 പേരിൽ 48 പേർക്കും അല്ലെങ്കിൽ 45 പേർക്കും 45 പേർക്കും ഒരുപക്ഷെ ചിലപ്പോൾ 50നും 60നും ഇടയിൽ മാർക്കായിരിക്കും കിട്ടിയിരിക്കുന്നത്. പക്ഷെ ബാക്കി 5 പേർക്ക് ഒരുപക്ഷെ 100ൽ 100 മാർക്ക് കിട്ടിയ ആൾക്കാർ ആ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഫുൾ ഡേറ്റാ സെറ്റിന്റെ ഫീച്ചർ തന്നെ മാറുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വാല്യൂസ്, അതായത് നമുക്ക് പൊതുവേ കാണപ്പെടുന്ന ഒരു ഫീച്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഈ ഔട്ട്ലയേഴ്സ് എന്ന് സാധാരണഗതിയിൽ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഔട്ട്ലയേഴ്സ് വരുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ആ അരിത്തമെറ്റിക് മീനിന്റെ ക്വാളിറ്റി അതിനനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് അതിന്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരിക്കൽ പോലും നമ്മൾ ആ ഡേറ്റാ സെറ്റിൽ എങ്ങും കാണാത്തൊരു വാല്യൂ ആയിരിക്കും ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് ഒരു ആവറേജ് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അതായത് ഇപ്പം 100ൽ ഒരു 50, ഇഫ് യു ആർ ഗെറ്റിംഗ് ആൻ ആവറേജ് 75, 75 എന്ന് പറയുന്ന ഒരു മാർക്ക് കിട്ടി. ആ 75 മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോലും ആ ക്ലാസ് ചിലപ്പോൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ ഈ പറയുന്ന ഡീമെറിറ്റ്സ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് അരിത്തമെറ്റിക് ആവറേജിന്റെ വാല്യൂവിനെ ബയാസ്ഡ് ആക്കുന്നതൊക്കെയാണ് അതിന്റെ പ്രോബ്ലം. ഓക്കെ, പിന്നെ ആവറേജിനെ ഒരു കൃത്യമായിട്ട് ഒരു ഗ്രാഫിൽ പോയിന്റ് ഔട്ട് ചെയ്യാനും ഈ പറയുന്ന പോലെ പ്രശ്നമാണ് കേട്ടോ. ഇറ്റ് ക്യാൻ ബി ഡൺ. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഗ്രാഫിക്കലി ആവറേജ് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. പക്ഷെ എന്നാൽ പോലും ടു പർട്ടിക്കുലർലി പോയിന്റ് ഔട്ട് ഇൻ ഗ്രാഫ്, അതിന്റെ പ്രിസിഷന്റെ പ്രോബ്ലം കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഡീമെറിറ്റ് ഇവിടെ പറയാനുള്ള കാരണം. അതൊരു ഡീമെറിറ്റ് ആയിട്ട് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഇറ്റ് ഷോസ് ഹൗ പ്രിസൈസ് അരിത്തമെറ്റിക് മീൻ എത്രമാത്രം പ്രിസൈസ് ആയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ചോദ്യമാണ് നമുക്ക് ഇവിടെ ഈ ഒരു 4ാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അരിത്തമെറ്റിക് മീനിന്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടിയോ? ഒക്കെ ഏകദേശം അറിയാവുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങൾക്ക് പല രീതിയിൽ നമുക്ക് അതിനെ ചിന്തിക്കാം. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ആക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, ആവറേജ് അരിത്തമെറ്റിക് മീനിന്റെ ഒരു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാമോ? ഇതില് ഈ സിഗ്മ xi is equal to 1260
The total number of observations is 500. What is the value of arithmetic mean of x? എന്തായിരിക്കും അതിന്റെ അരിത്തമെറ്റിക് മീൻ എന്നുള്ളതാണ് വാല്യൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? ടോട്ടൽ സം ഓഫ് എക്സ് വന്നിട്ടുണ്ട് 1260. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 500 ആണ്. വാട്ട് ഈസ് ദി ആവറേജ് വാല്യൂ ഓഫ് എക്സ്? നമ്മളിപ്പോ ചെയ്ത ഫോർമുല ബേസ് ചെയ്ത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ആൻസേഴ്സ് കിട്ടുന്നവര് ഒന്ന് ചാറ്റിലിട്ടാൽ മതി. നമ്മള് ഷോർട്ട് കട്ട് മെത്തേഡിന്റെ ഒരു പ്രശ്നം, നമുക്ക് ഭൂരിഭാഗം ഡേറ്റ സെറ്റുകളിലും നമുക്ക് ഈ ഫോർമുല ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു ടൈപ്പ്, ഇപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ ആൻസേഴ്സ് പറയുന്നുണ്ട് എല്ലാവരും അല്ലെ? ഓക്കെ, ഇപ്പൊ ഷോർട്ട് കട്ട് മെത്തേഡും സ്റ്റെപ്പ് ഡീവിയേഷന്റെ ഒരു പ്രശ്നം, അത് കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭൂരിഭാഗം ഏരിയാസിലും ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ബേസിക് ഫോർമുല വെച്ച് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വാല്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി അത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഡയറക്റ്റ് മെത്തേഡ് പഠിക്കുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം അതാണ് കൂടുതലും നമുക്ക് ഈ പറയുന്ന മുന്നോട്ടുള്ള ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിങ്ങിലും റിഗ്രഷനിലും ഒക്കെ നമ്മൾ ആ പോയിന്റുകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ ഫോർമുലയൊക്കെ കൂടുതലും യൂസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ആൻസർ അതെ, എല്ലാവരും ആൻസേഴ്സ് തരുന്നുണ്ട്. ആൻസർ ഇസ് 2.52 അല്ലെ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത്. ഓക്കെ, സം ഓഫ് എക്സ് ഐ തന്നിട്ടുണ്ട് 1260, n തന്നിട്ടുണ്ട് 500. എക്സ് ബാർ ഇസ് ഈക്വൽ ടു 1260 ഡിവൈഡഡ് ബൈ 50, വിച്ച് ഇസ് ഈക്വൽ ടു 2.52. ഓക്കെ, അതാണ് അരിത്മെറ്റിക് ആവറേജ്. ഓക്കെ, നിങ്ങൾ പരമാവധി ഇതിന്റെ ഒറിജിനൽ മെത്തേഡ് യൂസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം നമ്മളോട് ചോദിക്കുന്നതെല്ലാം നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളായിരിക്കും. അപ്പം കൂടുതലും ഞാൻ ഈ പറയുന്ന പോലെ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് തീർന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. അപ്പൊ അതിലെല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു ഡയറക്റ്റ് മെത്തേഡാണ് കേട്ടോ. ഇങ്ങനെ അങ്ങ് ചെയ്തു പോവുക. അടുത്താണ് മീഡിയൻ. ഓക്കെ, ഇടയ്ക്ക് സൗണ്ട് വല്ലതും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അടുത്താണ് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ അരിത്തമെറ്റിക് ആവറേജ് ഒരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പൊസിഷണൽ ആവറേജ് ആണ്. ഓക്കെ, മിഡിൽ ഒബ്സർവേഷൻ, മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കോൾഡ് ദി മിഡിൽ ഒബ്സർവേഷൻ. ആ മിഡിൽ ഒബ്സർവേഷൻ എങ്ങനെ നമ്മൾ കണക്കാക്കുന്നത്? ഇറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ഫ്രം എൻ ഓർഡേർഡ് അറേ കേട്ടോ. അപ്പൊ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റയെ ഏതർ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അതിനെ അറേഞ്ച് ചെയ്ത ശേഷം മാത്രമേ അതിന്റെ മിഡിൽ മോസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാവുള്ളൂ. ഓക്കെ, അതാണ് ഈ ഓർഡേർഡ് അറേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, അതിനെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ, ക്യാൻ ബി ഏതർ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. ഏതർ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത ശേഷം മാത്രമേ അതിന്റെ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, മീഡിയൻ ഇസ് സംടൈംസ് കോൾഡ് ദി പൊസിഷണൽ ആവറേജ് ബിക്കോസ് നമ്മൾ ഈ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ കണ്ടുപിടിക്കുന്നതുകൊണ്ട് പൊസിഷണൽ ആവറേജ് എന്ന് പറയാം. 1/2 of the observation will be above the median and the other half will be below it. എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി രണ്ട് ഗ്രൂപ്പ് ആയിട്ട് അല്ലെ രണ്ട് സെറ്റ് ആയിട്ട് ഒരു ഡേറ്റ സെറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് 1/2 of the observation will be above it and 1 will be below it എന്ന് പറയുന്നത്. ഓക്കെ, if the data set has an odd number of observations, ഇപ്പൊ നമുക്ക് റാൻഡം ആയിട്ട് അൺഗ്രൂപ്ഡ് ആയിട്ട് ഡേറ്റ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ if it is odd numbers, odd number എന്ന് പറഞ്ഞാൽ ഈ അതിനെ odd numbers in the sense after you have arranged it, അതും കൂടെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. മീഡിയൻ പൊസിഷൻ is equal to n+1/2 പൊസിഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഓക്കെ. പിന്നെ മിഡിൽ മോസ്റ്റ് വാല്യൂ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ അതിന്റെ മീഡിയൻ പൊസിഷനെ n+1/2
2 എന്നുള്ള പൊസിഷനിലേക്ക് വരുന്നത്. അപ്പം whenever you identify n plus n is the number of observations, എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ അതിനെ +1 divided by 2 എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ വിൽ ഫൈൻഡ് ഔട്ട് ദ മിഡിൽ മോസ്റ്റ് അല്ലെ മീഡിയൻ പൊസിഷൻ കേട്ടോ. അതാണ് മീഡിയൻ പൊസിഷന്റെ പ്രത്യേകത. ഇവിടെ നോക്കിയേ, given our sample of sales revenues above, ആദ്യം നമ്മൾ അതിനെ ഒരു ഓർഡേർഡ് അറേ ആക്കി മാറ്റണം, അല്ലെങ്കിൽ അതിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് നത്തിങ് ഏതാണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അതുപോലെ ആക്കുക. ഇവിടെ അത് അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 45, 52, 56, 67, 62 അല്ലെ. 5 ഒബ്സർവേഷൻസ് നമുക്കുണ്ട്, വിച്ച് മീൻസ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ മീഡിയൻ വാല്യൂ ആസ് 5 + 1/2 വിച്ച് ഇസ് ഈക്വൽ ടു ദ തേർഡ് ഒബ്സർവേഷൻ. ഓക്കെ, മൂന്നാമത്തെ ഒബ്സർവേഷൻ ഏതാണോ അതാണ് നമ്മുടെ മീഡിയൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഈസിലി ഐഡന്റിഫൈ, നമ്മൾ ഓൾറെഡി പറഞ്ഞ് 5 ഒബ്സർവേഷനേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ബിക്കോസ് 2 സെറ്റ് ആയിട്ട് ഈക്വൽ സെറ്റ് ആയിട്ട് ഈ പറയുന്ന ഡേറ്റ സെറ്റിനെ ഡിവൈഡ് ചെയ്യണം. ഇറ്റ് ഇസ് പോസിബിൾ ബിക്കോസ് ഓഫ് ദ ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പൊ 45ഉം 52ഉം കഴിഞ്ഞാൽ 67ഉം 67ഉം ആണ് അടുത്ത സെറ്റ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് 56 ഇസ് യുവർ മീഡിയൻ വാല്യൂ. ഓക്കെ, അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, ഇതിനെ ഒരു ഓർഡേർഡ് അറേ ആക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം വാല്യൂ ഓഫ് ദ തേർഡ് ഐറ്റം, മൂന്നാമത്തെ ഐറ്റം ഏതാണോ അതിന്റെ വാല്യൂ ആണ് നമുക്ക് നമ്മൾ അതിനെ മീഡിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഈവൻ നമ്പർ ആണെങ്കിൽ അതിന്റെ അർത്ഥം there will be 2 mid points അല്ലെ, 2 മിഡ് പോയിന്റുകൾ ഉണ്ടാകും. കാരണം ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ എക്സാമ്പിളിനകത്ത് 35, 45, 52, 56, 67 ആൻഡ് 67 അഗെയിൻ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അറേഞ്ച് ചെയ്ത ശേഷം യു ആർ അപ്ലൈങ് ദ സെയിം ഫോർമുല. ഓക്കെ, 6 + 1/2, ഇവിടെ 6 ഒബ്സർവേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ 6 + 1/2 is 3.5 എന്ന് പറഞ്ഞാൽ യു വിൽ ഹാവ് 2 വാല്യൂസ്, 2 വാല്യൂസ് ആയിരിക്കും ഒരു പക്ഷേ മീഡിയൻ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരുന്നത്. ദാറ്റ് ഇസ് 3.5 എന്ന് പറഞ്ഞാൽ 2 വാല്യൂസ്, തേർഡ് ഐറ്റം ആൻഡ് ഓൾസോ ദി ഫോർത്ത് ഐറ്റം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ തേർഡ് ഐറ്റമും 4 ഐറ്റവും കണ്ടുപിടിക്കുക, അതിന്റെ ആവറേജ് എടുക്കുക കേട്ടോ. വൺസ് യു ഹാവ് ഐഡന്റിഫൈ ഈവൻ നമ്പർ ആണെങ്കിൽ there will be 2 middle items. In that case മീഡിയൻ എന്ന് പറയുന്നത് it is the arithmetic mean of the 2 middle values. 2 മിഡിൽ വാല്യൂസിന്റെയും അരിത്തമെറ്റിക് മീൻ ആയിരിക്കും ഈ മീഡിയൻ പൊസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം 3.5 ആണെങ്കിൽ തേർഡും ഫോർത്തും ഐറ്റംസിന്റെയും ആവറേജ് ആയിരിക്കും ഇതിന്റെ മീഡിയൻ വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 52 + 56 is equal divided by 2 is equal to 54 കേട്ടോ. അപ്പൊ ഇതാണ് ഈ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള പ്രത്യേകത കേട്ടോ. അപ്പം ഓഡ് നമ്പർ ആണെങ്കിലും ഈവൻ നമ്പർ ആണെങ്കിലും യു ക്യാൻ യൂസ് ദ സെയിം ഫോർമുല. പക്ഷെ അതിനെ ഓർഡർ ചെയ്യുക, അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിൽ ഓർഡർ ചെയ്യുക. അതിന് മീഡിയൻ പൊസിഷൻ ഓഡ് ആണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ മീഡിയൻ പൊസിഷൻ കണ്ടുപിടിക്കാം. പക്ഷെ ഈവൻ നമ്പർ ആണെങ്കിൽ റിമെമ്പർ ദാറ്റ് യു ഹാവ് 2 മിഡ് പോയിന്റ്സ്, 2 മീഡിയൻ വാല്യൂസ് ഉണ്ടാകും അല്ലെങ്കിൽ മിഡിൽ ഐറ്റം ഉണ്ടാകും. അതിന്റെ രണ്ടിന്റെയും അരിത്തമെറ്റിക് മീൻ എടുക്കുന്നതാണ് അതിന്റെ മീഡിയൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ മീഡിയനകത്ത് വെൻ യു ഹാവ് എൻ അൺഗ്രൂപ്ഡ് ഡേറ്റ കേട്ടോ. അൺഗ്രൂപ്ഡ് ഡേറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റാൻഡം ആയിട്ട് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിരിക്കുന്നതാണ് അൺഗ്രൂപ്ഡ് ഡേറ്റ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ യു ഹാവ് ടു ഫോളോ ദിസ് പർട്ടിക്കുലർ ഐഡിയ. ഓക്കെ, ഈ അടുത്താണ് വെൻ യു ആർ ഗിവൺ ഫ്രീക്വൻസി ടേബിൾസ്. ഓക്കെ, ഇവിടെ ഫ്രീക്വൻസി ടേബിൾസിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രീക്വൻസി ടേബിൾസ് വരുമ്പോൾ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് പിന്നെ മാറും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രീക്വൻസി ടേബിൾസ് തരുമ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. ആൻഡ് ദാറ്റ് ഓൾസോ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ഒറിജിനൽ ഡേറ്റ. എക്സും ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 6, 7, 8, 9, 10 എക്സെട്ര ടിൽ 13 അത് തന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്തുനിന്ന് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ലെസ് ദാൻ 6, ലെസ് ദാൻ 7, ലെസ് ദാൻ 8, ലെസ് ദാൻ 9 അങ്ങനെയാണ് നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ലെസ് ദാൻ 6 എന്ന് പറയുന്നത് വി ഓൾറെഡി നോ ഇറ്റ് ഇസ് 3, കാരണം 6ന് പുറകിലേക്ക് വേറെ വാല്യൂസ് ഒന്നുമില്ല. സോ 3 ഇസ് ദ വാല്യൂ ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. പക്ഷെ ലെസ് ദാൻ 7 എന്ന് പറഞ്ഞാൽ 7ന് തൊട്ട് മുമ്പ് കുറച്ച് ഫ്രീക്വൻസീസ് ഉണ്ട്. 3 നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് ബിലോങ് ടു 6. അപ്പൊ എന്ത് ചെയ്യണം? 7ന്റെ ഫ്രീക്വൻസി ആയ 7ന്റെ കൂട്ടത്തില് 3യുടെ വാല്യൂ കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ബിക്കംസ് 10. 8 എന്താവും? ലെസ് ദാൻ 8. ലെസ് ദാൻ 8ന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താവും? 10 + 7 + 3 ആവും, വിച്ച് ഇസ് ഈക്വൽ ടു 20. ലെസ് ദാൻ 9 എന്ന് പറയുന്നതോ 15 + 10 + 7 + 3 which is equal to 35.
ഓക്കെ. ഇങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ മാത്രമേ ഇൻ കേസ് ഓഫ് ഫ്രീക്വൻസി ടേബിൾസ്, നമുക്ക് ഫ്രീക്വൻസി ടേബിൾ പറയുമ്പോൾ ആദ്യം നമ്മൾ അതിനെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. ആൻഡ് മീഡിയൻ ഇസ് ദ വാല്യൂ ഓഫ് ദ n+1/2th ഐറ്റം. n ടോട്ടൽ ഫ്രീക്വൻസി ആയിരിക്കും വിച്ച് ഇസ് ഐഡന്റിഫൈബിൾ ഫ്രം ഹിയർ. ഓക്കെ, 60. ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ എപ്പോഴും ആ ഫ്രീക്വൻസിയുടെ സം ടോട്ടൽ ആയിരിക്കും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 60 ഹിയർ. കാരണം ലെസ് ദാൻ 15 എന്ന് പറയുന്നത് എന്താ? ലെസ് ദാൻ 15 അല്ല, ലെസ് ദാൻ 13. ലെസ് ദാൻ 13 എന്ന് പറഞ്ഞാൽ ഈ 3 + 4 + 16 + 6 + 12 + 15 + 10 + 7 + 3 ആണ്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും ഈ പറയുന്ന ടോട്ടൽ n എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ ലാസ്റ്റ് വാല്യൂ ആയിരിക്കും വിച്ച് ഇസ് ഈക്വൽ ടു 60. ഓക്കെ, അപ്പം n+1/2th ഐറ്റം ആയിരിക്കും അതിന്റെ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇഫ് n is total frequency, n is the total frequency, is an even number, median is the value of the next item higher than n+1/2. അല്ലെ, ഇപ്പൊ n 30 ആണെന്നുണ്ടെങ്കിൽ n+1/2 15.5 ആയിരിക്കും അല്ലെ. അപ്പൊ ഉറപ്പായിട്ടും മീഡിയൻ എന്ന് പറയുന്നത് 16th ഐറ്റം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിളിനകത്ത് ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിളിനകത്ത് n ഒരു ഈവൻ നമ്പർ ആണ്, 60 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെ. സോ n+1/2 എന്ന് പറയുന്നത് 61/2 വിച്ച് ഇസ് 30.5. ആ 30.5 വരുന്നത് എവിടെയാ? 30.5 കംസ് ബിറ്റ്വീൻ 20 and 35. നോക്കിയേ, ഈ 35-നകത്താണ് ആ വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ 31st ഐറ്റം ആണ് ആ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത്. 31st ഐറ്റം എവിടെയാ വരുന്നത്? ഇറ്റ് ഫോൾസ് ഇൻ ദ വാല്യൂ ഓഫ് 9. 9ന്റെ ഉള്ളിലാണ് 35ന്റെ 31ന്റെ വാല്യൂ വരുന്നത്. അതായത് 20ക്കും 35നും ഇടയിലുള്ള വാല്യൂസ് എല്ലാം ഈ 35-നുള്ളിലാണ് വരുന്നത്. സോ 31st ഐറ്റം ആണ് നമ്മുടെ മീഡിയൻ വാല്യൂ, അതിന്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ 9 ആണ്. സോ ദ മിഡ് പോയിന്റ് ഓർ ദ മീഡിയൻ വാല്യൂ ഇസ് ഈക്വൽ ടു 9. ഓക്കെ, ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഒന്ന്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്, അതായത് പുറകോട്ടാണ് ആഡ് ചെയ്ത് പോകേണ്ടത് കേട്ടോ. അതായത് ഈ ലെസ് ദാൻ 9 എന്ന് പറയുന്നത് 15 + 10 + 7 + 3 ആണ്. സോ ലൈക്ക് വൈസ് ലെസ് ദാൻ 13 വരെ, അതായത് ദ ഹോൾ ഒബ്സർവേഷൻസിന്റെ സം ആണ് ഏറ്റവും ലാസ്റ്റത്തെ ഒബ്സർവേഷന് വരേണ്ട ഒരു കാര്യം. ഓക്കെ, ആ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുക, ദെൻ യൂസ് n+1/2th ഐറ്റം എടുക്കുക. എടുത്ത ശേഷം അത് ഈവൻ നമ്പർ ആണെങ്കിൽ അടുത്ത ഒബ്സർവേഷൻ, ഇപ്പൊ ഇത് 30.5 വിച്ച് മീൻസ് മീഡിയൻ എന്ന് പറയുന്നത് 31st ഐറ്റത്തിന്റെ വാല്യൂ ഏതാണോ അതാണ് അല്ലെ. അപ്പൊ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കിയാൽ അറിയാം 31st ഐറ്റം എന്ന് പറയുന്നത് ഈ 9ന്റെ ഉള്ളിലാണ് വരുന്നത് അല്ലെ. ഇറ്റ് ബിലോങ്സ് ടു 9. സോ 9 ഇസ് ദ മീഡിയൻ വാല്യൂ. ഓക്കെ, അപ്പൊ അതാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിളിനകത്ത് നിന്ന് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? മെത്തേഡ് സെയിം ആണ്. ദ ഓൺലി അഡീഷണൽ തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ള ഒരു അഡീഷണൽ സ്റ്റെപ്പ് കൂടി അതിനകത്ത് ചെയ്യാനുള്ളൂ. അഡീഷണൽ ഡൗട്ട് എന്തെങ്കിലും വേറെ ഉണ്ടോ ഡൗട്ട്? ഓക്കെ, അതായത് രണ്ട് സ്റ്റെപ്പുകളാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, അതിനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്, വിച്ച് മീൻസ് നമുക്ക് 6ന്റെ പുറകോട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. ലെസ് ദാൻ 6, ലെസ് ദാൻ 7, ലെസ് ദാൻ 8 എന്ന തരത്തിലാണ് തുടങ്ങണ്ടേ. അപ്പൊ ലെസ് ദാൻ 6 എന്ന് പറയുന്നത് 3 3ക്ക് മുകളിൽ 0 പുറകിൽ വേറെ ഒന്നും വാല്യൂസ് ഒന്നുമില്ല. സോ 3 വിൽ ബി ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് 6. ഇനി 7ന്റെ പുറകോട്ട് എന്തുണ്ട്? 3 ഉണ്ട് അല്ലെ. സോ വിച്ച് മീൻസ് 10 + 3 7 + 3 10 ആണ് 7ന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക. അതായത് എപ്പോഴും ഓർക്കുക, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആകുമ്പോൾ ആ ലാസ്റ്റ് വാല്യൂവിലാണ് ഇതിന്റെ ടോട്ടൽ ഒബ്സർവേഷൻസിന്റെ സമ്മ് വരേണ്ടത് കേട്ടോ. രണ്ട് തരത്തിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഒന്ന് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്, ഒന്ന് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, മോർ ദാൻ കണക്കാക്കുമ്പോൾ നേരെ തിരിച്ച, അതായത് മോർ ദാൻ 6, മോർ ദാൻ 7, മോർ ദാൻ 8 ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അത് നേരെ തിരിയും. അതായത് ഈ 60 എവിടെ തുടങ്ങും? ഈ 60 എന്ന് പറയുന്നത് 6ൽ തുടങ്ങും കേട്ടോ.
അങ്ങനെ മൈനസ് ചെയ്ത് 60 മൈനസ് 7, 60 മൈനസ് 10, 60 മൈനസ് അങ്ങനെ ഓരോന്നോരോ 60 അല്ല, ആ ഓരോ മൈനസ് ചെയ്ത് വരുന്നതാണ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. പക്ഷെ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അതുകൊണ്ട് ലെസ് ദാൻ എടുക്കുമ്പോഴാണ് നമുക്ക് മീഡിയൻ വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഫോളോ n+1/2 ഐറ്റം കണക്കാക്കുക. n+1/n ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് 60 ആണ്. 61 ഡിവൈഡഡ് ബൈ 2 30.5 ആണ്. അതായത് അത് നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോകും. അപ്പൊ 31st ഐറ്റത്തിന്റെ വാല്യൂ ഏതാണോ അതാണ് മീഡിയൻ വാല്യൂ. അപ്പൊ ഇവിടെ 35 എന്ന് പറയുന്നത് ബിലോങ്സ് ടു 9. ഓക്കെ, 9ന്റെ ഉള്ളിലാണ് 31st വരുന്നത് അല്ലെ. 21st ആണെങ്കിൽ ഇവിടെ ഏത് വരും? 21st എന്നാണ് വാല്യൂ. 21st ഐറ്റം ആണ് മീഡിയൻ എന്നുണ്ടെങ്കിൽ അത് എവിടെ വരും? ഇവിടെ ആയിരിക്കും വരുന്നത്. 31st ഐറ്റം 9ൽ വന്നു. 21 എവിടെയായിരിക്കും? ഏതായിരിക്കും? അപ്പൊ മീഡിയൻ വാല്യൂ ഇസ് ദ 21st ഐറ്റം എന്നാണ് വരുന്നതെങ്കിൽ അതിന്റെ ആ മീഡിയൻ വാല്യൂ എത്രയായിരിക്കും? എത്രയായിരിക്കും? അത് ഏത് കാറ്റഗറിയിലായിരിക്കും വരുന്നത്? 9ലാണ് അത് വരുന്നത്. ഓക്കെ, 21st ആണെങ്കിൽ അത് 9ലായിരിക്കും വരുന്നത് കേട്ടോ. അതായത് 20 കഴിഞ്ഞു കഴിഞ്ഞാൽ 35 വരെയുള്ള വാല്യൂസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ എക്സിന്റെ വാല്യൂസിലാണ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം 20th ഐറ്റം ആണെന്നുണ്ടെങ്കിലോ അത് എവിടെ വരും? 8ലാണ് വരുന്നത് കേട്ടോ. 20th ഐറ്റം എപ്പോഴും 8ലായിരിക്കും വരുന്നത്. 21st ഐറ്റം അത് 9ലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ചേ ആ മീഡിയൻ വാല്യൂ പോയിന്റ് ഔട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്താണ് കണ്ടിന്യൂസ് സീരീസ്. അഗെയിൻ നമുക്ക് എന്തുണ്ട്? നമുക്ക് അരിത്തമെറ്റിക് മീനകത്ത് കണ്ടതുപോലെ ഇവിടെയും ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിളുകൾ ഉണ്ടാവും അല്ലെ. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞപ്പോൾ ക്ലാസ് ഇന്റർവെൽസ് തന്നിട്ടുണ്ടാവും. ക്ലാസ് ഇന്റർവെൽസിന്റെ ഒപ്പം നിന്ന് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ടാവും. ഇപ്പൊ 20 to 30, 30 to 40, 40 to 50 അങ്ങനെ തരത്തിലുള്ള വാല്യൂസ് തന്നിട്ടുണ്ടാവും അല്ലെ. അതാണ് ക്ലാസ് ഇന്റർവെൽസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ 20 to 30 അങ്ങനെയുള്ള വാല്യൂസ് തരുന്നതാണ്. 30 to 40 ഇങ്ങനെയൊക്കെ തരുമ്പോൾ അതിനെയാണ് ക്ലാസ് ഇന്റർവെൽസ് എന്ന് വിളിക്കുന്നത്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് നമുക്കുണ്ടാവും. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഫോർമുലയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോർമുല കേട്ടോ. മീഡിയൻ ഇസ് ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ F ഇൻറ്റു I. ഓക്കെ, F ഇൻറ്റു I. ചില സ്ഥലങ്ങളിൽ നിങ്ങളത് C ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടാകും. C ആയാലും I ആയാലും ദ മീനിങ് ഈസ് സെയിം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ ആദ്യമേ നമ്മളൊരു മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ n/2 ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ 2 കണ്ടുപിടിക്കണം. അതാണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. ആ മീഡിയൻ ക്ലാസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയും നമ്മൾ എന്ത് വേണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം കേട്ടോ. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് ഇന്റർവെല്ലിൽ നിന്ന് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ച ശേഷം മാത്രമേ ഈ ഫോർമുല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം അതിന്റെ അകത്തുനിന്ന് നമ്മളിവിടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടുപിടിക്കുന്നത് കേട്ടോ. ആ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാനാണ് ഈ n/2 എന്ന് പറയുന്ന വാല്യൂ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ 40 ആണ് എന്നുണ്ടെങ്കിൽ ആ 40 ഡിവൈഡഡ് ബൈ 2 20. അപ്പൊ 20th ഐറ്റം വരുന്ന ഏത് ക്ലാസ് ആണോ ആ ക്ലാസ് ആണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അതിപ്പോ ചിലപ്പോ 30 to 40 ആണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന n/2 എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ക്ലാസസിനെ ഇപ്പൊ നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിളിനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലേക്ക് മാറ്റിയതുപോലെ ക്ലാസ് ഇന്റർവെൽസിനെ നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലേക്ക് മാറ്റുക. അതിനുശേഷം മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുക. n/2 എന്ന് പറയുന്ന മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുക.
അതിനുശേഷം ആ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ച ശേഷമാണ് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഫോർമുല എന്ന് പറയുന്നത് എൽ ഇസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 30 to 40 ആണ് മീഡിയൻ ക്ലാസ് എങ്കിൽ എല്ലിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? ലോവർ ലിമിറ്റ് ഇസ് 30, ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. ഇനി എന്തായിരിക്കും എൻ? എൻ എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എൻ ഇസ് ദ സം ഓഫ് ടോട്ടൽ ഫ്രീക്വൻസി. നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ ഡേറ്റയുടെ ടോട്ടൽ സം ആണ് എൻ എന്ന് പറയുന്നിരിക്കുന്നത്, അല്ലെ? അതായത് ഇവിടെ നമ്മൾ n/2 യൂസ് ചെയ്യാൻ കണ്ടുപിടിച്ച വാല്യൂ ഇല്ലേ, അത് തന്നെയാണ് ഈ എൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ? പിന്നെ സി എഫ് ഇസ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ്. കേട്ടോ, എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് 30 to 40 ആണ് മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചിരിക്കുന്നതെങ്കിൽ ഇതിന് തൊട്ട് മുകളിലത്തെ ഒരു ക്ലാസ് ഉണ്ടാവുമല്ലോ, അത് 20 to 30 ആയിരിക്കും, അല്ലെ? ഇതിന് നേരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണോ അതാണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മീഡിയൻ ക്ലാസ് 30 to 40 ആണെങ്കിൽ അതിന് തൊട്ട് മുകളിലത്തെ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട സി എഫിന്റെ വാല്യൂ. ഓക്കെ, എഫ് എന്ന് പറയുന്നത് എന്താ? ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ് എത്രയാണ്, അതായത് ഓർഡിനറി ഫ്രീക്വൻസി, അതായത് നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി ഇല്ലേ, അതാണ് ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്. അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, ഓർഡിനറി ഫ്രീക്വൻസി കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഫ്രീക്വൻസി എടുത്ത ആദ്യമേ ഒറിജിനലി ഡേറ്റയിൽ തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഇല്ലേ, അതാണ്. ഓക്കെ, ഇനി ഐ എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെൽ കേട്ടോ. ക്ലാസ് ഇന്റർവെൽ ഇപ്പൊ 10 ആകാം. ഇപ്പൊ ഇവിടെ എക്സാമ്പിളിൽ 10 ആണെങ്കിൽ 10 ആണ് അതിന്റെ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചില സ്ഥലങ്ങളിൽ ഐക്ക് പകരം നിങ്ങൾ സി എന്ന് കണ്ടിട്ടുണ്ടാകാം, ഈ സി എഫിന് പകരം എം എന്നൊക്കെ കണ്ടിട്ടുണ്ടാകാം കേട്ടോ. പക്ഷെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് മാറ്റിയാലും the meaning is the same കേട്ടോ. L is the lower limit of median class, N is the total number of frequency, CF is the cumulative frequency of the class preceding the median class, I is the class interval, and F is the frequency of the median class, which is the original frequency. Cumulative frequency alla, original frequency of the median class. Okay, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ ഫോർമുല നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും അങ്ങനെ കണ്ടിന്യൂസ് സീരീസിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടതായ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടില്ല. പക്ഷെ ചിലപ്പോൾ ഇതിന്റെ അകത്തുനിന്ന് ഇപ്പം MCQ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് എന്താ ചിലപ്പോൾ ഫോർമുല ബേസ് ചെയ്തിട്ടോ അതിന്റെ എസ്റ്റിമേഷൻ പ്രൊസീജിയർ ബേസ് ചെയ്തിട്ടോ ക്വസ്റ്റ്യൻ ഉണ്ടാകാം. സോ അതുകൊണ്ട് ഈ ഫോർമുല മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് കണ്ടിന്യൂസ് സീരീസ് വരുമ്പോൾ ഉറപ്പായിട്ടും ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ചെയ്ത പോലെ ആയിരിക്കില്ല കണ്ടിന്യൂസ് സീരീസിൽ, അതിന്റെ ഫോർമുലയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. വിച്ച് മീൻസ് ചിലപ്പോൾ ഫോർമുല ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് ആ ഫോർമുല പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓൾസോ ദി മീനിങ് ഓഫ് ഈച്ച് ഓഫ് ദ വാല്യൂസ്, ഈ ഫോർമുലയ്ക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വാല്യൂസിന്റെയും മീനിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? മെത്തേഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടിന്യൂ സീരീസ് വരുമ്പോൾ, അതായത് ഫ്രീക്വൻസി വരുമ്പോൾ ഉറപ്പായിട്ടും മീഡിയനകത്ത് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തിരിക്കണം. അതും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് എടുക്കേണ്ടത്. അതുകൊണ്ട് അത് എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്ത ശേഷം മാത്രമേ ബാക്കി എന്തൊക്കെ പ്രൊസീജിയർ പറയുന്നുണ്ടോ അത് ചെയ്യാവുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ എങ്ങനെയായാലും ഞാൻ പറഞ്ഞില്ലേ, ഫോർമുല പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ ഫോർമുല തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും യൂസ് ചെയ്തിരിക്കുന്ന ഒബ്സർവേഷൻ ഏതാണോ അതാണ് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും അത് പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ എല്ലാ വാല്യൂസിനും അല്ലെങ്കിൽ എല്ലാ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിക്കും ഒരു ഡിമെറിറ്റ് ഉണ്ടാവും, മെറിറ്റും ഉണ്ടാവും, ഡിമെറിറ്റും ഉണ്ടാവും. അപ്പൊ ഇതിലൊക്കെ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊരു പൊസിഷണൽ ആവറേജ് ആയതുകൊണ്ട് എക്സ്ട്രീം വാല്യൂസ് ഒരിക്കലും അതിനെ അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. ഇപ്പം ആവറേജിൽ നമ്മൾ കണ്ടതുപോലെ ആവറേജസിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം ഈ എക്സ്ട്രീം വാല്യൂസ് അതിനെ അഫക്ട് ചെയ്യും എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇതൊരു പൊസിഷണൽ ആവറേജ് ആയതുകൊണ്ട് അതിനെ നമുക്ക് ഒരിക്കലും കാണിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, പിന്നെ ക്വാളിറ്റേറ്റീവ് ഡേറ്റയിൽ നമുക്ക് ഉറപ്പായിട്ടും യൂസ് ചെയ്യാം.
ഓപ്പൺ എൻഡഡോ അല്ലെങ്കിൽ നോൺ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസിലോ. അപ്പം ആവറേജ് യൂസ് ചെയ്യണമെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു കണ്ടീഷൻ പൊതുവേ നമ്മൾ പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് നോർമൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ബെൽ ഷേപ്ഡ് കർവ് അല്ലെ, ഒരു ബെൽ ഷേപ്ഡ് കർവ് വരുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ഓർത്താൽ മതി. അപ്പം ഒരു അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു എക്സ് മൈനസ് എക്സ് ബാർ 0 ആയിരിക്കണം എന്നുള്ളത് അതിന്റെ ഒരു പ്രോപ്പർട്ടി അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു കർവ് വന്നാൽ ഇതിന് നടുക്കായിട്ട് എക്സ് ബാർ വന്നാൽ മാത്രമേ എല്ലാ ഡീവിയേഷൻസിനകത്തു നിന്ന് നമ്മൾ എടുക്കുന്ന സമ്മ് 0 ആയി പോകാനുള്ള സാധ്യതയുള്ളൂ. അതാണ് അരിത്തമെറ്റിക് മീനിന്റെ ഒരു പ്രശ്നം. പക്ഷെ മീഡിയൻ അങ്ങനെ ഒരു പ്രശ്നമില്ല. നോൺ നോർമൽ, ഇപ്പം ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള കർവ് തന്നെ ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് അങ്ങനെ തന്നെ ആയിരിക്കണം പോകേണ്ടത് എന്നുള്ള ഒരു കണ്ടീഷൻ ഒന്നും മീഡിയൻ ഇല്ല കേട്ടോ. സം ഓഫ് ഡീവിയേഷൻസ് ഫ്രം ദ മീഡിയൻ വിൽ ബി മിനിമം ഇഫ് വി ഇഗ്നോർ ദ സൈൻസ്. സൈൻ ഇഗ്നോർ ചെയ്ത സം ഓഫ് ഡീവിയേഷൻസ് മിനിമം ആയിരിക്കും, 0 ആവില്ല എന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈ മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി സിൻസ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഗ്രാഫ് ഒക്കെ വരയ്ക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും ഒജീവ്സ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെ. അപ്പൊ ഈ ഒജീവ്സ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു എന്താ വാല്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഒജീവ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒജീവ്സ് ലെസ് ദാനും ഉണ്ട് മോർ ദാനും ഉണ്ട്. അപ്പൊ ഈ ലെസ് ദാനും മോർ ദാനും ഒജീവ്സും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് അതിന്റെ ഒരു പ്രത്യേകത കേട്ടോ, അതൊരു മീഡിയന്റെ പ്രത്യേകതയാണ്. അപ്പൊ നിങ്ങൾ ഒജീവ്സ് കണ്ടുപിടിച്ച് വരച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് മെറിറ്റ്സ് ഓഫ് മീഡിയൻ. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മെറിറ്റ്സും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അതിന്റെ ബേസിസിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിന്റെയും മെറിറ്റ്സ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് എപ്പോഴും ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്താണ് മോഡ് എന്ന് പറയുന്നത് കേട്ടോ. മോഡ് ഈസ് അഗെയിൻ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു സെറ്റ് ഓഫ് വാല്യൂ ആണ്. മോഡ് ഇസ് ദ വൺ ദാറ്റ് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി. ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് എടുക്കുക, അതിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഏത് വാല്യൂ ആണോ അതിനെയാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പം മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കർ ചെയ്യുന്ന ഏതാണോ അതാണ് മോഡ് അല്ലെ. യൂസിങ് ആ 6 ഒബ്സർവേഷൻസ് അബവ്, നമ്മൾ ഇതുവരെ കണ്ട എക്സാമ്പിളിലത്തെ ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻസ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന 67. അപ്പൊ ഉറപ്പായിട്ടും മോഡ് എന്ന് പറയുന്നത് 67 ആണ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമ്മളൊരു 7ാമതൊരു ഒബ്സർവേഷനും കൂടെ ആഡ് ചെയ്തു, അത് 56 ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബൈ മോഡ് 2 മോഡ് ഉണ്ടാവും, വിച്ച് ഇസ് 56 ആൻഡ് 67. ഓക്കെ, അപ്പം ഇതാണ് മോഡിന്റെ പ്രത്യേകത. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഈവൻ യൂസ്ഡ് ഇൻ ഓപ്പൺ ആൻഡ് സീരീസ്, ഹിസ്റ്റോഗ്രാം ആയിട്ട് യൂസ് ചെയ്യാം. എക്സ്ട്രീം വാല്യൂസിന്റെ പ്രസൻസ് ഒന്നും ഇതിനെ ഒരു തരത്തിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് റിജിഡ്ലി ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആവറേജിന് അരിത്തമെറ്റിക് മീനിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആൾജിബ്രൈക് അസംഷൻസ് ഒന്നും നമ്മൾ ഇതിന്റെ അകത്ത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതായത് പിന്നെ എല്ലാ ഐറ്റമിനെയും ഒരുപോലെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. വേറെ ഏതെങ്കിലും ഒരു ആൾജിബ്രൈക് ട്രീറ്റ്മെന്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പൊ ജസ്റ്റ് ഒരു ഒരു വാല്യൂ ഐഡന്റിഫൈ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. വാല്യൂ എന്ന് പറയുന്ന ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള വാല്യൂ അഗെയിൻ അല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് മോഡ് അത്ര യൂസ്ഫുൾ അല്ലാത്തൊരു മെത്തേഡാണ് എന്ന് പറയുന്നതിന്റെ ഒരു ഉദ്ദേശം. സ്റ്റിൽ നമ്മളത് പഠിക്കും എന്നാലും. ഓക്കെ, അപ്പം ഫ്രീക്വൻസീസ് ആണെങ്കിലും ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി, മോഡ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിങ് വാല്യൂ അപ്പൊ ഡയറക്ട്ലി കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കർ ചെയ്യുന്ന വാല്യൂ ഏതാണോ അതാണ് ഈ പറയുന്ന ഡിസ്ക്രീറ്റ് മോഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഒരു കണ്ടിന്യൂസ് സീരീസ് വരുമ്പോൾ ദ ഐഡിയ ചേഞ്ചസ് കേട്ടോ. കണ്ടിന്യൂസ് സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന്റെ മെത്തേഡ് മാറും, വിച്ച് മീൻസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് യൂസ് എ ഡിഫറെന്റ് ഫോർമുല. ഓക്കെ, അപ്പൊ ആ ഡിഫറെന്റ് ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ മീഡിയനിൽ ഒരു മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചതുപോലെ ഇവിടെ നമ്മളൊരു മോഡൽ ക്ലാസ് കണ്ടുപിടിക്കാം കേട്ടോ. മോഡൽ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ഓക്കെ, ആ മോഡൽ ക്ലാസ് ഇറ്റ് ഇസ് ദ ക്ലാസ് ഇൻ വിച്ച് ദ മോഡ് ലൈസ്, അതാണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സാധാരണ മോഡൽ ക്ലാസ്സിനെ നമുക്ക് ഒറ്റയടിക്ക് ബൈ ഒബ്സർവേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഏറ്റവും അധികം ഫ്രീക്വൻസി ഉള്ള ഏത് മോഡാണോ ആ ഏത് ക്ലാസ് ആണോ ഉള്ളത്
അതിനെ നമുക്കൊരു മോഡൽ ക്ലാസ് ആയിട്ട് വിളിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മോഡൽ ക്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് മോഡ്. മോഡ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കണം. അപ്പൊ ഉറപ്പായിട്ടും അത് കണ്ടുപിടിക്കാനായിട്ട് മോഡൽ ക്ലാസ് നമുക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. ഇവിടെ ഫോർമുല എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ z ഈസ് ഈക്വൽ ടു എൽ പ്ലസ് f1 മൈനസ് f0 ഡിവൈഡഡ് ബൈ 2f1 മൈനസ് f0 മൈനസ് f2 ഇൻറ്റു ഐ. ഓക്കെ, അഗൈൻ എൽ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ്, f1 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ്, f0 frequency of the class preceding the model class, and f2 is the frequency of the class succeeding the model class, and I is the class interval. കേട്ടോ, അപ്പൊ 10 ആണ് അല്ലെ 5 ആണ് ഇന്റർവെൽ എന്നെങ്കിൽ അതാണ് 5ഓ 10ഓ whatever it is, അതാണ് ഇവിടെ I ആയിട്ട് റെപ്രസെന്റ് ചെയ്യും കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോർമുല ഉപയോഗിക്കുന്നതിന് മുൻപ് യു ഹാവ് ടു ഐഡന്റിഫൈ ദ മോഡൽ ക്ലാസ് കേട്ടോ. അപ്പൊ ഇറ്റ് ഇസ് യൂഷ്വലി ദ ക്ലാസ് വിത്ത് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി കേട്ടോ. നമ്മളൊരു ഡേറ്റ ഡയറക്ട്ലി കിട്ടിക്കഴിയുമ്പോൾ ഏറ്റവും അധികം വാല്യൂ ഉള്ള ഏത് ഫ്രീക്വൻസി ടേബിൾ, ഏത് ഫ്രീക്വൻസി ആണോ അത് ഏത് ക്ലാസ് ഇന്റർവെലിന്റെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആ ക്ലാസ് ആയിരിക്കും നമ്മുടെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം അതിനുശേഷം യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. ഓക്കെ, ഇത് സാധാരണ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സാധാരണ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. കുറച്ച് സമയം എടുക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് തരുമ്പോൾ ഞാൻ ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഇതിന്റെ മെത്തേഡും ഇതിന്റെ ഫോർമുലയാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഫോർമുലയിൽ യൂസ് ചെയ്യുന്ന f1 എന്താ, f0 എന്താ, f2 എന്താണെന്നൊക്കെ ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിംഗ് വാല്യൂ ആണ്. ഒരു കണ്ടിന്യൂസ് ക്ലാസ്സിൽ ആ ഫ്രീക്വന്റ്ലി ഒക്കറിംഗ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇഫ് യു ഹാവ് ടു സ്പോട്ട് ദി എക്സാക്ട് വാല്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫോർമുല യൂസ് ചെയ്യാതെ നമുക്ക് ആ കറക്റ്റ് വാല്യൂ, ഒരു സിംഗിൾ വാല്യൂ വേണമല്ലോ, അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഫോർ വിച്ച് യു ഹാവ് ടു യൂസ് ദിസ് പർട്ടിക്കുലർ ഫോർമുല. പക്ഷെ ഇൻഡിവിജ്വൽ ആണെങ്കിലും ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലും ഇവിടെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഫ്രീക്വന്റ്ലി ഒക്കറിംഗ് ആയിട്ടുള്ള ഏത് ഒബ്സർവേഷൻ ആണെന്നുള്ളത് ഡയറക്ട്ലി ഫ്രം ഒറ്റയടിക്ക് നമുക്ക് വേറെ മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ദ ഓൺലി ഡിഫിക്കൽട്ടി ഈസ് ഹിയർ, കണ്ടിന്യൂസ് ഡേറ്റ വരുമ്പോൾ മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാകാറുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് മോഡിന്റെ പ്രത്യേകത. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട മീൻ, മീഡിയൻ, മോഡ്, ദർ ഓൾ ബേസിക് ടൈപ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ബേസിക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇനി കാണുന്നതെല്ലാം ദർ ഓൾ അഡീഷണൽ മെഷേഴ്സ് കേട്ടോ. മീൻ, മീഡിയൻ, മോഡ് തന്നെ അഡീഷണൽ മെഷേഴ്സ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അടുത്താണ് വെയ്റ്റഡ് മീൻ. വെയ്റ്റഡ് മീൻ, ദിസ് ഇസ് ഓൾസോ ടൈപ്പ് ഓഫ് മീൻ കേട്ടോ. മീൻ തന്നെയാണ്, പക്ഷെ ഇവിടെ പ്രത്യേകത ഇതൊരു വെയിറ്റേജ് കൊടുക്കുന്നത്. അതായത് ചില ഒബ്സർവേഷൻസിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെ ചില ഒബ്സർവേഷൻസ് നമ്മൾ ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇഫ് യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസർ ത്രെറ്റൻസ് ടു കൗണ്ട് ദ ഫൈനൽ എക്സാം ട്വൈസ് ആസ് മച്ച് ആസ് ദി അതർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി ടെസ്റ്റുകളെക്കാൾ കൂടുതൽ ഫൈനൽ എക്സാമിനാണ് ട്വൈസ് ദ വെയിറ്റേജ് കൊടുക്കുന്നതെങ്കിൽ, അതായത് ഈ ലാസ്റ്റ് എഴുതിയ എക്സാമിന് ഇരട്ടി വെയിറ്റേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എഴുതിയിരിക്കുന്ന ഫൈനൽ എക്സാമിന് 2 തവണ കൗണ്ട് ചെയ്യണം അല്ലെ. ദാറ്റ് മീൻസ് യു വിൽ ഹാവ് ടു ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദിസ് പർട്ടിക്കുലർ മാർക്ക് ദാൻ ദി അതർ വാല്യൂസ് അല്ലെ. എന്നിട്ട് നമുക്ക് ഇതിന്റെ ആവറേജ് എടുക്കാം. അതിനെയാണ് നോക്കിയേ, ദിസ് ഇസ് ലൈക്ക് കൗണ്ടിങ്, ദാറ്റ് ഇസ് ഇറ്റ് മസ്റ്റ് ബി കൗണ്ടഡ് ട്വൈസ് ഇൻ ഫിഗറിംഗ് യുവർ ഗ്രേഡ് അല്ലെ. അപ്പൊ അതാണ് വെയ്റ്റഡ് മീനിന്റെ പ്രത്യേകത. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ ഒബ്സർവേഷൻസിനും നമ്മൾ ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റേജ് കൊടുക്കുക അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് വെയ്റ്റഡ് മീനിന്റെ പ്രത്യേകത. ഇവിടെ നോക്കിക്കേ, വെയ്റ്റഡ് മീനിന്റെ ഫോർമുല എക്സ് ബാർ ഇസ് ഈക്വൽ ടു
സിഗ്മ WN ഇൻറ്റു XN. W എന്ന് പറയുന്നത് വെയിറ്റ് ആണ്, അതായത് ഓരോ എക്സിന്റെ വാല്യൂസിനും നമ്മൾ കൊടുക്കുന്ന വെയിറ്റിനെയാണ് W പറയുന്നത്. W എന്ന് പറയുന്നത് ആൻഡ് യു ഹാവ് ടു മൾട്ടിപ്ലൈ, അതിന്റെ ന്യൂമറേറ്ററിന്റെ പ്രത്യേകത Wയും എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത സമ്മാണ് സമ്മായിട്ട് നമ്മൾ ന്യൂമറേറ്ററിൽ എടുക്കുന്നെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സിഗ്മ W. ഓരോ വെയിറ്റിന്റെയും സം ടോട്ടൽ ആണ് സിഗ്മ W എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അസ്യൂം ദാറ്റ് യു സ്കോർഡ്, നമ്മളെ സ്കോർ ആണ്, ഗ്രേഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഗ്രേഡിന് നമ്മൾ കൊടുക്കുന്ന വെയിറ്റേജ് ആണ് ഇവിടെ മെഷർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 1 1 1 ആൻഡ് ദ ലാസ്റ്റ് എക്സാം അല്ലെങ്കിൽ അവസാനം എഴുതിയ പരീക്ഷയ്ക്ക് രണ്ട് വെയിറ്റേജ് കൊടുക്കുന്നത് അല്ലെ. സോ ദാറ്റ് മീൻസ് യു ഹാവ് ടു മൾട്ടിപ്ലൈ ദ ഗ്രേഡ് വിത്ത് ദെയർ കറസ്പോണ്ടിങ് വെയിറ്റ്സ് XW. കണ്ടോ, ഇപ്പൊ 94ന് എന്ത് ചെയ്തു, 2 തവണ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടി വന്നു. സോ 188, which means you are multiplying 94 twice, taking the sum of the last column. XW ന്റെ sum എടുക്കുന്നു, which is 448 divided by the sum of 5. കണ്ടോ, weighted average is therefore is equal to 89.6. ഓക്കെ, അതായത് അത് ഇത്ര ഉള്ളൂ. യു ആർ ഗിവിംഗ് എ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ടു ഈച്ച് ഒബ്സർവേഷൻസ്. അതായത് ആദ്യത്തെ എക്സാംസിനേക്കാൾ കൂടുതൽ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, ആദ്യത്തെ എക്സാംസിനേക്കാൾ കൂടുതൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ലാസ്റ്റ് എക്സാമിനാണ് എന്നുള്ള ഐഡിയ അല്ലെ. ദാറ്റ് മീൻസ് യു ആർ ഗിവിംഗ് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ടു ഈച്ച് ഒബ്സർവേഷൻസ്. സോ യു ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 94നെ നമ്മൾ 2 തവണ ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് യു ആർ കൗണ്ടിങ് ഇറ്റ് ട്വൈസ്. ഓക്കെ, അപ്പൊ ടേക്കിംഗ് ദ സം ഓഫ് ഓൾ ദോസ് divided by 5 is equal to 89.6. So that will be your weighted average or weighted mean. Okay. Any doubts? Okay, weighted average, sum of all weights. Weight sum add ചെയ്യുക, multiply it by X values, take that sum also, then as total sum of weight ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് വെയിറ്റ്. ദർ ഓൾ സിമ്പിൾ മെഷേഴ്സ് കേട്ടോ, ഇതെല്ലാം വളരെ സിമ്പിൾ ആണ്. ഫോർമുല ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റിയ വാല്യൂസ് ആണ്. ഓക്കെ, ഇവിടെ വെയിറ്റഡ് അരിത്തമെറ്റിക് ആവറേജിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അഗെയിൻ ആ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇതിനൊക്കെ പ്രൂഫ് ഉണ്ട്, പക്ഷെ ആ പ്രൂഫ് ബേസ് ചെയ്ത് നമ്മൾ പറയുന്ന കുറച്ച് ഐഡിയാസ് ആണ്. സോ ദർ ഓൾ കൈൻഡ് ഓഫ് ഷോർട്ട് കട്ട്സ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വെയിറ്റഡ് ആവറേജ് എടുക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട ഒരു ഷോർട്ട് കട്ട്സ് ആണ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ ഓർത്തിരുന്നാൽ മതി ഇത്. അതായത് if equal weights are given to all items, then the simple arithmetic mean becomes equal to the weighted arithmetic mean. അല്ലെ, ഉറപ്പായിട്ടും. കാരണം ഇപ്പൊ ഇവിടെ എല്ലാത്തിനും ഒരേ വെയിറ്റേജ് കൊടുക്കുന്നത്. ഇപ്പൊ 1 1 1 1 1 ആണെങ്കിൽ arithmetic mean of this particular value will be same. ഇപ്പൊ ഇതെല്ലാത്തിനും 2 ആണ് വെയിറ്റേജ് കൊടുക്കുന്നെങ്കിൽ that means you are multiplying 89 twice or you are adding 92 twice or 79 or 95 twice, എല്ലാം ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ the value of the arithmetic average as well as that of weighted average will be same. Okay, അതാണ് ഇവിടെ പറഞ്ഞത്. Equal weights are given to all items. Can be either 1 or can be either 2 or 3. Okay, the arithmetic average becomes weighted average. Okay, if more weights are given to larger items, വലിയ ഐറ്റംസിന്, അതായത് വാല്യൂ കൂടുതലുള്ള ഒബ്സർവേഷൻസിന് നമ്മൾ ലാർജർ വെയിറ്റും, അതുപോലെ ലെസർ വെയിറ്റ്സ് ഗിവൺ ടു സ്മോളർ ഐറ്റംസ്, ചെറിയ ഐറ്റംസിന് ലെസ് വെയിറ്റും ആണ് കൊടുക്കുന്നതെങ്കിൽ the value of arithmetic mean will be less than the weighted arithmetic mean. Okay, if more weights are given to larger items and smaller weights to smaller items, then arithmetic mean will be less than the weighted arithmetic mean. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്തത്. ഓക്കെ, C. If larger weights are given to smaller items, ചെറിയ വാല്യൂസിന് larger weights ഉം smaller weights are given to larger items, then നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ത്, arithmetic mean will be greater than the weighted arithmetic mean. ഓക്കെ, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ, ഇങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ഈക്വൽ വെയിറ്റേജ് ആണ് എല്ലാ ഒബ്സർവേഷൻസിനും കൊടുക്കുന്നെങ്കിൽ അരിത്തമെറ്റിക് ആവറേജും വെയിറ്റഡ് ആവറേജും സെയിം ആയിരിക്കും. ലാർജർ വാല്യൂസിന് കൂടുതൽ വെയിറ്റേജും സ്മോളർ വാല്യൂസിന് കുറവ് വെയിറ്റേജുമാണ് കൊടുക്കുന്നെങ്കിൽ അരിത്തമെറ്റിക് ആവറേജ് വിൽ ബി ലെസർ ദാൻ വെയിറ്റഡ് ആവറേജ്. ഓക്കെ, ഇനി നേരെ തിരിച്ച്, if your larger weights are given to smaller values and smaller weights are given to larger values, then arithmetic mean will be greater than the weighted arithmetic mean. Okay, this is very important കേട്ടോ.
പലതവണ ക്വസ്റ്റ്യൻസ് ഞാൻ പല എക്സാംസിന് ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ ലേബർ ഔട്ട്പുട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെയിറ്റഡ് ആവറേജിന്റെ ലേബർ ഔട്ട്പുട്ട് ആണ്. ഇത് പല ടൈപ്പ് ഓഫ് ഗ്രേഡ് ഓഫ് ലേബർ ആണ്. അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ്. അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്ന അവർലി വേജ് റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ അവർലി വേജ് റേറ്റിന്റെ വേജ് റേറ്റും ലേബർ അവേഴ്സ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു പ്രൊഡക്റ്റ് 1-ന് 1 യൂണിറ്റ് ഓഫ് അൺസ്കിൽഡ് വർക്കർ ആയിരിക്കാം. പ്രൊഡക്റ്റ് 2-ന് 4 യൂണിറ്റ് ഓഫ് അൺസ്കിൽഡ് ലേബർ ആയിരിക്കാം. 2, 3 അങ്ങനെ 5 2, 3 അങ്ങനെ 5, 3 വരെയുള്ള വാല്യൂസ് ഉണ്ട്. വിച്ച് മീൻസ് ഓരോ ടൈപ്പ് ഓഫ് ലേബറും ഓരോ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര അവേഴ്സ് വെച്ചാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദി ആവറേജ്. ആവറേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദ വെയ്റ്റഡ് മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു. സിഗ്മ എക്സ് ബാർ, അതായത് എക്സ് ബാർ ഡബ്ല്യു എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സം ഓഫ് സിമ്പിൾ ഫോർ വെയ്റ്റഡ് മീൻ. ഡബ്ല്യു എന്ന് പറയുന്നത് ഓരോ ഒബ്സർവേഷൻസിനും നമ്മൾ കൊടുത്തിരിക്കുന്ന വെയിറ്റേജ് ആണ്. W into X, sum of weights of each element. ഇതിനകത്ത് ക്വസ്റ്റ്യന്റെ ഒരു പാർട്ട് ഐ ഗെസ് മിസ്സിംഗ് ആണ് തോന്നുന്നു. സാരമില്ല, അത് ഇത് വരുമ്പോൾ കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ യൂണിറ്റ് ഓഫ് ലേബറിനും എത്ര അവേഴ്സ് വെച്ച്, ഓരോ പ്രൊഡക്റ്റിനും എത്ര ടോട്ടൽ ലേബർ അവേഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 + 2 + 5 വിച്ച് ഇസ് 8. പ്രൊഡക്റ്റ് 1-ന് നമ്മൾ യൂസ് ചെയ്യുന്ന ടോട്ടൽ ലേബർ അവേഴ്സ് അൺസ്കിൽഡ് പ്ലസ് സെമി സ്കിൽഡ് പ്ലസ് സ്കിൽഡ് വർക്കേഴ്സ് അല്ലെ, അതിന്റെ ടോട്ടൽ അവേഴ്സ് എന്ന് പറയുന്നത് 8 ആണ്. ഇവിടെയും അതുപോലെ തന്നെ ദ ടോട്ടൽ അവേഴ്സ് വിൽ ബി ദാറ്റ് ഇസ് 10. ഐ ഗെസ് 10 ആണ് ടോട്ടൽ അവേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ലേബറിനും കൊടുക്കുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് 1/8, 2/8, 5/8, 4/10, 3/10 and 3/10. Okay, the weight assigned to each observations 1/8, 2/8 and 5/8 for product 1, 4/10, 3/10 and 3/10 for product 2. അല്ലെ, ഇനി W into X, sum of the weights of each element times that element. ഓരോ വെയിറ്റും മൾട്ടിപ്ലൈ ബൈ ദാറ്റ് പെർട്ടിക്കുലർ എലമെന്റ്. ഇതിനകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓക്കെ 1/8 into $5, അതായത് $5 ആണ് അൺസ്കിൽഡ് വർക്കറിന് നമ്മൾ കൊടുക്കുന്നത് പ്രൊഡക്റ്റ് 1-ൽ കൊടുക്കുന്നത്. പ്ലസ് 2/8 into $7. ആ 7 ആണ് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. 1/8 is the weightage, 2/8 is the weightage and 5/8 is the weightage given for each type of labor. ഓരോ ലേബറിനും നമ്മൾ കൊടുക്കുന്ന വെയിറ്റേജ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. And the value of X is 5, 7 and 9. Okay, അപ്പൊ ഈ വെയിറ്റേജ് മൾട്ടിപ്ലൈഡ് ബൈ X ആണ് നമ്മളിവിടെ ന്യൂമറേറ്റർ, അതിന്റെ സം ആണ് ന്യൂമറേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ ദ വെയിറ്റ്സ് വിച്ച് ഇസ് 1/8 പ്ലസ് 2/8 പ്ലസ് 5/8. ഓക്കെ, അപ്പൊ therefore $8 per hour ആണ് ആവറേജ് ലേബർ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്റ്റ് 1-ന്റെ ആവറേജ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് $8 per hour ആണ് കേട്ടോ. അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യന്റെ ഉദ്ദേശം കേട്ടോ. ക്വസ്റ്റ്യൻ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്, പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം അതാണ്. അതായത് ആവറേജ് റേറ്റ് ഓഫ് ലേബർ വേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആവറേജ് ലേബർ കോസ്റ്റ് എത്രയാണ് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ അതിനു വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ, ഓരോ പ്രൊഡക്റ്റിനും എത്ര അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ് വർക്കേഴ്സ് വെച്ചുണ്ട് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ they are considered as weights. And എത്രയാണ് വേജ് റേറ്റ് എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ if you find out, if you multiply the corresponding weight with the X values, you will get the average labor input for product 1. Okay, അതുപോലെ you can also find out the average labor output for labor cost for product 2. എങ്ങനെ? ഇവിടെ നമ്മൾ ചെയ്തതുപോലെ തന്നെ 1/8-ന് പകരം can be 4/10, 3/10 and 3/10. അങ്ങനെ you can multiply it by 5, 7 and 9. രണ്ട് പ്രൊഡക്റ്റിനും നമ്മൾ കൊടുക്കുന്ന വേജ് റേറ്റ് സെയിം ആണ്. അപ്പം ആവറേജ് ലേബർ അവേഴ്സ്, ലേബർ കോസ്റ്റ് ഫോർ പ്രൊഡക്റ്റ് 2 എന്ന് പറയുന്നത് ഇതേ സെയിം ഫോർമുല അപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ ഫോർ ദാറ്റ്.
ഓക്കെ, അപ്പൊ ദിസ് ഈസ് വൺ എക്സാമ്പിൾ ഓഫ് വൈ വി ആർ യൂസിങ് എ വെയ്റ്റഡ് ആവറേജ്. കേട്ടോ, വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് വെയ്റ്റഡ് ആവറേജിന്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. കേട്ടോ, അപ്പൊ വെൻ യു ആർ ഗിവൺ എനി പെർട്ടിക്കുലർ സോർട്ട് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ ടു എക്സ്പ്ലെയിൻ ആൻ ആവറേജ്, അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് വെയ്റ്റഡ് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയിരുന്നു? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു പോകാവോ? ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? ഇല്ല. ഓക്കെ അല്ലേ? നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ മീൻ മീഡിയൻ മോഡ് പഠിച്ചു. there is a relationship between mean, median and mode. കേട്ടോ, this is also very very important. if you are given ഇപ്പൊ മോഡ് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ either two, രണ്ടിൽ ഏതെങ്കിലും ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ വാല്യൂ ഉണ്ട് കിട്ടിക്കഴിഞ്ഞാൽ you can find out the value of the other one. മൂന്നാമത്തെ ഇതിന്റെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് മോഡ് is equal to 3 median minus 2 mean. കേട്ടോ, അത് എപ്പോഴും ഓർത്തിരിക്കുക. മോഡ് is equal to, from this you can find out median as well as mean. കേട്ടോ, മീഡിയന്റെ വാല്യൂം അതുപോലെ തന്നെ മീനിന്റെ വാല്യൂം ഇതിനകത്തുനിന്ന് തന്നെ ഡയറക്ട്ലി നമുക്ക് കണ്ടുപിടിക്കാം. മോഡ് is equal to 3 median minus 2 mean എന്ന് പറയുന്ന പോലെ മീഡിയനും മീനും ഇഫ് യു സോൾവ് ഫോർ ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ, അല്ലെ ചിലപ്പോൾ മോഡും മീനും തന്നിട്ടുണ്ടാകും. ആ മോഡും മീനും വെച്ച് മീഡിയൻ കണ്ടുപിടിക്കാം. ചിലപ്പം മീഡിയനും മീനും ആണെങ്കിൽ മോഡ് കണ്ടുപിടിക്കാം. മോഡും മീഡിയനുമാണ് തന്നിരിക്കുന്നെങ്കിൽ മീനിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. കേട്ടോ, അപ്പൊ അതുകൊണ്ട് പ്ലീസ് റിമെമ്പർ ദിസ്. മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഓക്കെ, ആണ് എന്റെ ഒരു എക്സാമ്പിള്. Given the arithmetic mean is equal to 45, mode is equal to 48, then median is equal to. So, ഒന്ന് ചെയ്ത് നോക്കാവോ? Use this particular formula. ഇത് യൂസ് ചെയ്ത് mode equal to 3 median minus 2 mean യൂസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാവോ എല്ലാവരും? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഫോർമുലയിലേക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്യുക കേട്ടോ. ഡയറക്ട്ലി വേറെ കൂടുതലൊന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ അല്ലെ? മോഡ് തന്നിട്ടുണ്ട് വിച്ച് ഇസ് 48. 3 into മീഡിയൻ minus 2 into mean, 2 into 45. So 48 is equal to 3 median minus 90. 3 median is equal to 48 plus 90. So which is equal to 46. Okay, directly a formula ഞാൻ പറഞ്ഞില്ലേ ഏത് കണ്ടുപിടിക്കാം. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ തേർഡ് വൺ. കേട്ടോ, അപ്പൊ അതുകൊണ്ട് അത് വളരെ ഈസി ആയിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോകാം. ഇതുവരെയുള്ളതൊക്കെ ക്ലിയർ അല്ലേ? വെയ്റ്റഡ് ആവറേജ് വരെയുള്ളത്. ഓ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇറ്റ്സ് ആസ് യു ലൈക്ക്.
കേട്ടോ. നമുക്ക് ഡയറക്ട്ലി ഫോർമുല തന്നെ ചെയ്യണമെന്നില്ല, ആൻസർ ചെയ്യുന്നത് പോലെ ഡയറക്ട്ലി ചെയ്യാം കേട്ടോ. സിൻസ് 45ഉം 48ഉം തന്നിരിക്കുന്നതുകൊണ്ട് ഹൗഎവർ ഇറ്റ് ഈസ്, ഈ എസ്റ്റിമേഷൻ ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയുന്ന ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ തന്നിരിക്കുന്ന അതേ മെത്തേഡിലായിരിക്കണം ഇല്ല നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. ഇതൊരു റെഫറൻസ് മാത്രമാണ് കേട്ടോ. പക്ഷെ ആൻസർ കറക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. മാത്തമാറ്റിക്കൽ റൂൾസും ലോസും ഒക്കെ ശരിയായിരിക്കുന്നാൽ മാത്രം മതി, ബാക്കിയൊന്നും പ്രശ്നമില്ല. ഓക്കെ. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. അടുത്താണ് ജോമെട്രിക് മീൻ കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മൾ മീൻ, മീഡിയൻ, മോഡ്, ദേ ആർ വെരി ബേസിക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കേട്ടോ. പക്ഷേ അതിന്റെ പലതരം ഞാൻ പറഞ്ഞില്ല, ഇപ്പം അരിത്തമെറ്റിക് മീനിന്റേതായ പ്രശ്നം, അരിത്തമെറ്റിക് മീന് എക്സ്ട്രീം വാല്യൂസ് ഒരു വളരെ വലിയൊരു പ്രോബ്ലം ആണ്. സോ വിച്ച് മീൻസ് നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് അപ്പൊ അതിനനുസരിച്ച് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് അതിന്റെ അകത്തെ ഒരു പ്രശ്നമാണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫറൻസ് നമുക്ക് അതിന്റെ അകത്ത് നിന്ന് ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചുകൂടെ ഒരു എന്താ എഫിഷ്യന്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ് ഈ പറയുന്ന ജോമെട്രിക് മീന്, ഹാർമോണിക് മീന് പോലുള്ള കാര്യങ്ങൾ. ഓക്കെ. ജോമെട്രിക് മീൻ provides an accurate measure of average percentage change in a series of numbers കേട്ടോ. അപ്പൊ ഇവിടെ ജോമെട്രിക് മീൻ ചെയ്യുന്നത് ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ കേസസിലാണ് നമ്മൾ ഈ ജോമെട്രിക് മീൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ജോമെട്രിക് മീനിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജോമെട്രിക് മീൻ യൂസ് ചെയ്യേണ്ടത് പ്രത്യേകമായ ചില വാല്യൂസ് അല്ലെ ഡേറ്റ സെറ്റ്, ഡേറ്റ ടൈപ്പ് വരുമ്പോഴാണ് നമ്മൾ ജോമെട്രിക് മീൻ കൃത്യമായിട്ടും യൂസ് ചെയ്യുന്നത്. അതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്, ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി nth റൂട്ട് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് n നമ്പേഴ്സ് കേട്ടോ. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് x1 x2 എക്സെട്ര xn, ഒരു 5 വാല്യൂസ് ഉണ്ട്, എക്സിന് ഒരു 5 വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 5 വാല്യൂസിന്റെ പ്രൊഡക്റ്റ് എടുക്കുക, അതിന്റെ 5th റൂട്ട് കണ്ടുപിടിക്കുക. ഓക്കെ. അതായത് nth റൂട്ട് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് n നമ്പേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പൊ ഇറ്റ് ഇസ് യൂസ്ഫുൾ. നമുക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ, അത് ഇപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല, ജോമെട്രിക് പ്രോഗ്രഷനിലൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ സെറ്റ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം റേഷ്യോസിലോ അല്ലെ പെർസെന്റേജസിലോ അല്ലെ റേറ്റ് ഓഫ് ഗ്രോത്തിലോ ഗ്രോത്ത് റേറ്റോ ഒക്കെയാണ് തന്നിരിക്കുന്നതെങ്കിലാണ് നമ്മളിവിടെ ചേഞ്ച് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളപ്പം ആവറേജ് പെർസെന്റേജ് ചേഞ്ച് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ആബ്സലൂട്ട് വാല്യൂസിലായിരിക്കില്ല തന്നിരിക്കുന്ന ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ടാവുക. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് ജോമെട്രിക് മീൻ യൂസ് ചെയ്യേണ്ടി വരിക. ഓക്കെ. അപ്പൊ അതിന്റെ ഫോർമുല പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. ഇപ്പം 5 നമ്പേഴ്സ്, എക്സിന് 5 നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ 5 വാല്യൂസിന്റെയും പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, അതിന്റെ 5th റൂട്ട് കണ്ടുപിടിക്കുക. ഓക്കെ. ഓക്കെ. അപ്പൊ ആ 5th റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ജോമെട്രിക് മീനിന്റെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. ഇപ്പൊ സപ്പോസ് അഗെയിൻ ഇപ്പൊ നമുക്കിപ്പോ തന്നിരിക്കുന്ന, ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് അതൊരു എന്താ അൺഗ്രൂപ്ഡ് ഡേറ്റയാണ്. അപ്പൊ റാൻഡം ആയിട്ട് ഒരു 5 നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ 5 നമ്പേഴ്സിന്റെ ചുമ്മാ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിന്റെ 5th എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിന്റെ റൂട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് വരാമല്ലോ. ഇപ്പൊ നമ്മൾ നേരത്തെ ഇതിൽ കണ്ടിരിക്കുന്നത് പോലെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് വരുമ്പോൾ ഫ്രീക്വൻസീസ് ഉണ്ടാവും എല്ലാത്തിനും അല്ലെ. അപ്പൊ അങ്ങനെ എല്ലാ ഫ്രീക്വൻസീസ് വരുമ്പോഴും ഇഫ് ഈച്ച് വാല്യൂ ഹാസ് എ ഫ്രീക്വൻസി ദെൻ ടേക്ക് ദ പ്രൊഡക്റ്റ് ഓഫ്, നോക്കി ഇവിടെ നമ്മൾ xi ഓരോ എക്സ് വാല്യൂസിനും കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ടാകും. ആ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാം. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ, ആ ഫോർമുലയുടെ നേച്ചറിൽ വ്യത്യാസം വന്നു. ഓക്കെ. ഇവിടെ
സ്ക്വയർ റൂട്ട് ഓഫ് x1 റേസ് ടു f1, x2 റേസ് ടു f2, എക്സെട്ര xk റേസ് ടു fk. കേട്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്നത്. 2 സ്ക്വയർ റൂട്ട് ഓഫ് ദ nth സ്ക്വയർ റൂട്ട്. ഇവിടെ n എന്ന് പറയുന്നത് സം ഓഫ് ഫ്രീക്വൻസീസ്. നമ്മളവിടെ xfi പ്ലസ് x1 പ്ലസ് x2 f1 എന്ന് പറഞ്ഞ് ചെയ്യുന്നത് പോലെ നമ്മൾ ആ ഫ്രീക്വൻസീസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ നമ്മൾ ഇവിടെ ടൈംസ് എടുക്കുന്നത്. x1 റേസ് ടു f1 എന്ന് പറഞ്ഞാൽ f1 ടൈംസ് ആണ് നമ്മൾ എന്തെടുക്കുന്നത്, x1ന്റെ വാല്യൂസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് x1 റേസ് ടു f1, x2 റേസ് ടു f2, എക്സെട്ര xk റേസ് ടു fk എന്ന് പറഞ്ഞ വാല്യൂ തന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് വെരി സിമിലർ. നമ്മൾ ആ fi-നെ മറ്റേ അരിത്തമെറ്റിക്കിന്റെ കേസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മൾ അതിന്റെ പവർ എടുക്കുക ചെയ്യുന്നത്. അതായത് യു ആർ ബേസിക്കലി ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് fi ടൈംസ്. ഓക്കെ, അതായത് xi is raised to the power of fi. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം 1 ആണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ, f1 f2 എക്സെട്ര fk 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട അൺഗ്രൂപ്ഡ് ഡേറ്റ പോലെ തന്നെയാവും അത്. അതിന്റെ ഫോർമുലയ്ക്ക് വ്യത്യാസമൊന്നും വരില്ല അല്ലെ. അപ്പൊ n എന്ന് പറയുന്നത് സം ഓഫ് f1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 പ്ലസ്, ഇപ്പൊ 1 ആണെന്നുണ്ടെങ്കിൽ 1 പ്ലസ് 1 പ്ലസ് എത്ര x ഉണ്ട്, 5 ഉണ്ടെങ്കിൽ 5 ആണ്. 5th റൂട്ട് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് കറസ്പോണ്ടിങ് എക്സ് വാല്യൂസ്. അതായിരിക്കും സിമിലർ ടു വാട്ട് ദിസ് ഫോർമുല. ഇപ്പൊ നമ്മൾ കണ്ട മറ്റേ ഫോർമുലയായിട്ട് സിമിലർ ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഫ്രീക്വൻസീസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ദിസ് പെർട്ടിക്കുലർ ഫോർമുല. കേട്ടോ, ഇങ്ങനെ വേണമെങ്കിലും വരാം. അപ്പം ഇതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം അഗെയിൻ ഗ്രൂപ്പ് ഡേറ്റ വരികയാണെന്നുണ്ടെങ്കിൽ മിഡ് വാല്യൂസ് ഓഫ് ക്ലാസ് ഇന്റർവെൽസ് കൺസിഡർ ചെയ്യണം. എന്തായിട്ട്, എക്സ് ആയിട്ട്. കേട്ടോ, അത് ഞാനിവിടെ ഫോർമുല കൊടുത്തിട്ടില്ല, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മിഡ് വാല്യൂസ് ഓഫ് എക്സ് എടുക്കത്തില്ലേ, കണ്ടിന്യൂസ് സീരീസ് വരുന്ന കഴിയുമ്പോൾ ചെയ്യുന്നത്. ആ മിഡ് വാല്യൂസ് ഓഫ് എക്സ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുക. റേസ് ടു f1, റേസ് ടു f2 എന്നുള്ളത് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് ജോമെട്രിക് മീൻ വിത്ത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കേട്ടോ, അപ്പൊ ഈ ഫോർമുല വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് രണ്ടും ഓർത്തിരിക്കുക. റേഷ്യോസ് അല്ലെ പെർസെന്റേജസ്, ഗ്രോത്ത് റേറ്റ് ഒക്കെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജോമെട്രിക് ഫ്രീക്വൻസി അല്ലെ ജോമെട്രിക് മീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണയായിട്ട് പ്രാക്ടിക്കലി നമ്മൾ ഇത് ചെയ്യുമ്പോൾ when you have large set of data, ഇവിടെ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എല്ലാത്തിന്റെ പ്രൊഡക്റ്റ് എടുക്കും. അപ്പൊ നമുക്ക് ഒരുപാട് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അഗെയിൻ ഇത് പിന്നെ ബുദ്ധിമുട്ടാവും അല്ലെ. x1ഉം x2ഉം എക്സെട്ര xk വരെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഈ ലോഗറിതമിക് മെത്തേഡ് ആണ്. കേട്ടോ, അപ്പൊ ചില സാഹചര്യങ്ങളിൽ ഡേറ്റ സെറ്റ്സ് വലുതായി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ പറയുന്ന ഒബ്സർവേഷൻസ് എല്ലാം ഇൻഡിവിജ്വലി മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വി ആർ ടേക്കിംഗ് ദ ലോഗ് ഓഫ് ജി. ലോഗ് ഓഫ് ജി എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/n സിഗ്മ ലോഗ് xi. ഓക്കെ, 1/n, n is the individual ഡേറ്റ ആണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആയിരിക്കും വരുന്നത്, ഇൻടു സിഗ്മ ലോഗ് xi. ലോഗ് xi വാല്യൂസ് ഉണ്ടാകും. ആ xi വാല്യൂസ് ഓരോന്നിന്റെ ലോഗ് വാല്യൂ എടുക്കുക, ടേക്ക് ദ സം ഡിവൈഡഡ് ബൈ n. ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മളിപ്പോ തൊട്ട് മുമ്പ് കണ്ടതുപോലെയാണെങ്കിൽ ലോഗ് ജി ഇസ് ഈക്വൽ ടു 1/n into sigma fi log xi. Fi is the frequency, multiply it by log, take the log of xi. xi യുടെ വാല്യൂ എന്തൊക്കെയാണോ അതിന്റെ വാല്യൂസ് എടുക്കുക, ആൻഡ് ദെൻ അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഈ പറയുന്ന ലോഗ് വാല്യൂ ഓഫ് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാം. ഓക്കെ ഓക്കെ, സ്റ്റെപ്സ് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, യു ഹാവ് ടു ടേക്ക് ദി ആന്റി ലോഗ് ഓഫ് ജി. കേട്ടോ, ഇനി ഇതിനകത്ത് ലോഗ് ജിയുടെ വാല്യൂ കിട്ടുന്നത്. അപ്പൊ ജി കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ ആന്റി ലോഗ് ഓഫ് ലോഗ് ജി. എന്നാലേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. കേട്ടോ, ജി ഈസ് ഈക്വൽ ടു ആന്റി ലോഗ് ഓഫ് ലോഗ് ജി. അപ്പൊ എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ജോമെട്രിക് മീൻ ആസ് സച്ച്. ലോഗറിതമിക് വാല്യൂ ആയിരിക്കില്ല, ജോമെട്രിക് വാല്യൂ ആയിരിക്കും കൃത്യമായിട്ട് കിട്ടുന്നത്. ടേക്ക് ദ ലോഗറിതമിക് വാല്യൂ ഓഫ് ഈച്ച് വാല്യൂ ഓഫ് xi, മൾട്ടിപ്ലൈ ബൈ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ആ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുക. സം ടോട്ടൽ ഓഫ് ലോഗ് മൾട്ടിപ്ലൈഡ് ബൈ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ആൻഡ് ടേക്ക് ദ റിസൾട്ട്. ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. കേട്ടോ, ഇതും പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ്. കേട്ടോ, അത് എപ്പോഴും ഓർത്തിരിക്കുക. ലോഗ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. റാദർ ചെറിയ വാല്യൂ സെറ്റ് ഓഫ് ഡേറ്റയാണ്, ഒരു 3, 4, 5 ഒക്കെ ഉള്ളൂ എങ്കിൽ മറ്റേതുപോലെ ജോമെട്രിക് മീൻ എടുക്കുന്നത് പോലെ എടുക്കുന്നത് എളുപ്പമാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ ഇറ്റ് ഇസ് നോട്ട് ഈസി.
കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇത് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 8.25 19.8 എന്ന് പറഞ്ഞ ഒരു ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് ആണ്, കുറച്ച് വർഷത്തെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇത് ഓരോന്നിന്റെയും ലോഗ് എടുത്തു. 8.25ന്റെ ലോഗ് എല്ലാത്തിന്റെയും 7 വർഷത്തെ ഉണ്ട്. അപ്പൊ നമ്മൾ ഡയറക്ട്ലി ഇതൊരു അൺഗ്രൂപ്ഡ് ഡേറ്റ ആയതുകൊണ്ട് നമ്മൾ ആദ്യം കണ്ട ഫോർമുല 1/n ഇൻറ്റു ലോഗ് ഓഫ് xi ആണ് യൂസ് ചെയ്യുന്നത്. ലോഗ് എടുക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 9.9755 ഡിവൈഡ് ബൈ 7, വിച്ച് ഇസ് ഈക്വൽ ടു 1.4251. ഇനി അതിന്റെ ആന്റി ലോഗ് എടുത്താലാണ് കൃത്യമായിട്ട് ജോമെട്രിക് മീൻ എത്രയാണെന്നുള്ളത് 26.62. അപ്പം എത്രയായിരിക്കും പെർസെന്റേജ് ഗ്രോത്ത് എന്ന് പറയുന്നത്? 26.62 ആയിരിക്കും ആവറേജ് പെർസെന്റേജ് ഗ്രോത്ത് എന്ന് പറയും. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ് പ്രാക്ടിക്കലി കേട്ടോ. അപ്പൊ ഇതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചിരിക്കുക. ഡൗട്ട് ഉണ്ടോ ജോമെട്രിക് മീനിന്റെ കേസിൽ? ജോമെട്രിക് മീൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അരിത്മെറ്റിക് മീൻ ഒക്കെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു വാല്യൂ ആണ്. അപ്പൊ അതിന്റെ ഫോർമുലയും എസ്റ്റിമേഷന്റെ പ്രൊസീജിയറും അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ തന്നെ അതിന്റെ മെറിറ്റ്സും കേട്ടോ. Any doubts? ലോഗ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ? അലൗഡ് ആണോ? കാൽക്കുലേറ്റേഴ്സ് അലൗഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഓപ്ഷനിൽ അതിനനുസരിച്ചുള്ള വാല്യൂസ് തന്നിട്ടുണ്ടാകും എന്ന് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ സാധാരണഗതിയിൽ ഇപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 3 4 വാല്യൂസ് ഒക്കെ തന്നിട്ട് ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ഉള്ളപ്പം ആന്റിലോഗ് തരും. എനിക്കറിയില്ല ആന്റിലോഗ് തരും, എങ്ങനെയാ വാല്യൂസ് തരും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി യൂസ്ഫുൾ. കാൽക്കുലേറ്റേഴ്സ് യൂസ്ഫുൾ അല്ലല്ലോ, അപ്പൊ പിന്നെ അതും പറ്റത്തില്ല. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമെങ്കിൽ നമുക്കിപ്പോ ആന്റിലോഗ് കിട്ടുന്ന വാല്യൂ ഏതാണോ അതിന്റെ 10 എടുത്താൽ സിമ്പിൾ കാൽക്കുലേറ്റർ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഇത് നോക്കിയ 1.4251 അല്ലേ ആൻസർ കിട്ടിയിരിക്കുന്നത് ഇവിടെ. അപ്പൊ ഇതിന്റെ 10⁻1.4251 എടുത്താൽ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് ആന്റിലോഗ്. അങ്ങനെ വേണമെങ്കിൽ അത് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇപ്പൊ സിമ്പിൾ കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആന്റിലോഗ് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any other doubts? ക്ലിയർ ആണോ? ജോമെട്രിക് മീൻ ക്ലിയർ ആയോ? ഓക്കെ, ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ശ്രദ്ധിക്കണം. അതായത് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം കേട്ടോ. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ വിൽ ഓൾവേസ് ബി ലെസർ ദാൻ അരിത്തമെറ്റിക് മീൻ. ഓക്കെ, ജോമെട്രിക് മീൻ ആയിരിക്കും എപ്പോഴും അരിത്തമെറ്റിക് മീനേക്കാളും കുറവ്. ഓക്കെ 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 ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഫുൾ ഫോർ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സോ റേഷ്യോസ് അല്ലെ പ്രൊപ്പോർഷൻസ് ഒക്കെ തരുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ ജോമെട്രിക് മീൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് റിജിഡ്ലി ഡിഫൈൻഡ്. അതായത് അത് നമുക്ക് ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് അതിൻ്റെ അകത്ത് വരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് റിജിഡ്ലി ഡിഫൈൻഡ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇറ്റ് ഗിവ്സ് ലെസർ വെയിറ്റ് ടു ലാർജർ നമ്പേഴ്സ് ആൻഡ് വൈസ് വേഴ്സ കേട്ടോ. ലെസർ വെയിറ്റ് ടു ലാർജർ നമ്പേഴ്സ് ആൻഡ് ഹയർ വെയിറ്റ്സ് ടു സ്മോളർ നമ്പേഴ്സ് കേട്ടോ. ആസ് എ റിസൾട്ട് ഇറ്റ് ക്യാൻ നെവർ ബി ഗ്രേറ്റർ ദാൻ അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീനേക്കാളും അതൊരിക്കലും കൂടുതൽ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഓൾവേസ് ലെസർ ദാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ്. അതായത് സാധാരണ നമ്മൾ ഈ ജോമെട്രിക് മീൻ ആണ് ഒട്ടുമിക്ക കേസുകളിലും യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ പ്രൊപ്പോർഷൻ റേഷ്യോ നമ്പേഴ്സ് ഇതൊക്കെ ഇത് ആപ്ലിക്കബിൾ ആയതുകൊണ്ട് ഈ പറയുന്ന ജോമെട്രിക് മീൻ ഇസ് യൂസ്ഫുൾ ഇൻ സച്ച് കേസസ്. ഓക്കെ, അതിന്റെ ഒരു വേറൊരു പ്രശ്നം
നെഗറ്റീവ് അല്ലെ സീറോ വാല്യൂസ് വരുമ്പോൾ ഇത് നടക്കില്ല, ഇത് ഫെയിൽ ആകും എന്നുള്ളതാണ് അതിന്റെ ഒരു വേറെ ഒരു പ്രശ്നം കേട്ടോ. അതുകൊണ്ട് അതെപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. സീറോ വാല്യൂസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ നോട്ട് ബി യൂസ്ഫുൾ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ജോമെട്രിക് മീൻ ഓഫ് 2, 6. നെഗറ്റീവ് വാല്യൂസ് ഓൾസോ കേട്ടോ. നെഗറ്റീവ് വാല്യൂസിലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സീറോ നെഗറ്റീവ് ഒക്കെ ആണെങ്കിൽ ജോമെട്രിക് മീൻ ഇസ് നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവോ. ഫൈൻഡ് ദ ജോമെട്രിക് മീൻ ഓഫ് 2, 6 and x is equal to 6. What is the value of x? 2ഉം 6ഉം എക്സിന്റെയും ജോമെട്രിക് മീൻ 6 ആണ്. What is the value of x? എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അതായത് ഓക്കെ, ദിസ് ഇസ് ദ പ്രൊസീജിയർ കേട്ടോ. ഇതിപ്പോ ഇത്രയും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതിയിരിക്കുന്നത് തന്നെ ഉള്ളൂ. ഇത് വേണമെന്നില്ല, ഇതങ്ങനെ അല്ലാതെയും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അതല്ലാത്ത മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ യു കെൻ ഫോളോ ദാറ്റ് ഓൾസോ. 6 is equal to 3 cubic root of 12x. Take the cubic root on both sides. 6 cube is equal to 12x. So 12x is equal to 216 divided by 12 is equal to 18. ഓക്കെ, ഇതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മീൻ വാല്യൂ ആണ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് കേട്ടോ. ഹാർമോണിക് മീൻ ഇസ് ഓൾസോ സിമിലർ ടു geometric mean but differs in formula കേട്ടോ. It is decided when it is desired as a geometric mean. എല്ലാവർക്കും ക്ലിയർ അല്ലേ? റേറ്റ്സ് ആൻഡ് ടൈംസ്. ഓക്കെ, ജോമെട്രിക് മീൻ ജോമെട്രിക് മീനിന് പോലെ തന്നെ ഹാർമോണിക് മീൻ ഇസ് ഓൾസോ യുണീക്ക്. ആവറേജ് റേറ്റോ ടൈമോ എക്സെട്ര ഒക്കെ ആവറേജ് ചെയ്യാനാണ് ഹാർമോണിക് മീൻ യൂസ് ചെയ്യുന്നത്. It is a set of n values is defined as the reciprocal of arithmetic mean. കേട്ടോ, arithmetic mean-ന്റെ റെസിപ്രോക്കൽ എടുക്കാനാണ് നമ്മളിവിടെ ഹാർമോണിക് മീൻ യൂസ് ചെയ്യുന്നത്. It is desired to give the greatest weight to the smallest item. അത് യൂസ് ചെയ്യാനാണ് ഹാർമോണിക് മീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. The formula is equal to n by 1 by x1 plus 1 by x2 plus etc. 1 by x3 plus etc. 1 by xn. അതായത് sum of all x values 1 by x, 1 by x2 etc. സം വാല്യൂ എടുക്കുക. ദെൻ ആൻഡ് അതിന്റെ നേരെ തിരിക്കുക, n ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ റെസിപ്രോക്കൽ ഓഫ് എക്സ് വാല്യൂസ്. എക്സാമ്പിൾ okay, it is based on all the observations and it's rigidly defined. It gives less weightage to large values and large weightage to smaller values. എന്നാലല്ലേ ഡിസ്പ്രപ്പോർഷൻ ഈക്വൽ ആക്കാൻ വേണ്ടിയാണ് ലാർജ് വാല്യൂസിന് സ്മോളർ വെയിറ്റേജും സ്മോൾ വാല്യൂസിന് ലാർജർ വെയിറ്റേജും കൊടുക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഇസ് യൂഷ്വലി യൂസ്ഡ് ഇൻ പ്രോബബിലിറ്റി ഓഫ് ടൈം ആൻഡ് സ്പീഡ് ആൻഡ് ഓൾസോ ഫൈൻഡിങ് ദിയർ റേറ്റ്സ് കേട്ടോ. അതിനാണ് സാധാരണ ഹാർമോണിക് മീൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, സപ്പോസ് എ മാൻ ട്രാവൽസ് 200 kilometer each on 3 days at the speeds of 60, 50 and 40 kilometer per hour. The average speed കണ്ടുപിടിക്കാം. is equal to 3 divided by 1 by 60 plus 1 by 50 plus 1 by 40 is equal to 48.65 kilometer per hour. Okay, ഇതാണ് ഹാർമോണിക് മീനിന്റെ ഒരു എക്സാമ്പിൾ കേട്ടോ. ഇങ്ങനെ ആവറേജ് ടൈമും സ്പീഡും ഒക്കെ കണ്ടുപിടിക്കാനാണ് യൂഷ്വലി ഹാർമോണിക് മീൻ യൂസ് ചെയ്യുന്നത്. ഫോർമുല ഈസ് ഓൾസോ വെരി ഈസി. 3 ഡിവൈഡഡ് ബൈ, അതായത് n ഡിവൈഡഡ് ബൈ ആ ഒബ്സർവേഷൻസിന്റെ വാല്യൂസ് എത്രയാണോ അതിന്റെ റെസിപ്രോക്കലും അതിന്റെ സമ്മും. ഇതാണ് ഹാർമോണിക് മീൻ. ഓക്കെ,
ഹാർമോണിക് മീൻ ജോമെട്രിക് മീൻ ഒക്കെ സാധാരണ ഗതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തും അത് എവിടെയാണ് യൂസ് ചെയ്യുന്നതോ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് സാധാരണ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പൊ മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് വെയർ ഹാർമോണിക് മീൻ ഇസ് യൂസ്ഡ് ആൻഡ് വെയർ ജോമെട്രിക് മീൻ ഇസ് യൂസ്ഡ്. അപ്പൊ ഈ കൂടുതലും ടൈമും സ്പീഡിന്റെ ഒക്കെ ആവറേജ് എടുക്കാൻ നമ്മൾ ഹാർമോണിക് മീൻ ആണ് യൂസ് ചെയ്യുന്നത്. റേഷ്യോസ്, പെർസെന്റേജ്, പ്രൊപ്പോർഷൻ ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ജോമെട്രിക് മീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. If all items are the same, then arithmetic mean, geometric mean and harmonic mean are same. Otherwise, arithmetic mean is greater than geometric mean, greater than harmonic mean. This is very ഈ രണ്ട് കാര്യവും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചോദിച്ചു. arithmetic mean is greater than geometric mean and is greater than. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എപ്പോഴും arithmetic mean ആയിരിക്കും, ഏറ്റവും ലീസ്റ്റ് വാല്യൂ എപ്പോഴും ഹാർമോണിക് മീനും ആയിരിക്കും കേട്ടോ. And this is the second property, is the relationship between geometric mean and arithmetic mean and harmonic mean, where the geometric mean is equal to the square root of the product of arithmetic mean and harmonic mean. Arithmetic mean and harmonic mean product എടുക്കുക, അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് geometric mean. ഈ രണ്ട് കാര്യവും make sure you by heart it കേട്ടോ. arithmetic mean ആണ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ തരുന്നത്. geometric mean is equal to the square root of arithmetic mean and harmonic. ഓക്കെ, ഇതാണ് അതിന്റെ പ്രോപ്പർട്ടീസ്. എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്സ് എന്തെങ്കിലും? ലാസ്റ്റ് സാധാരണ ഞാൻ പറഞ്ഞില്ലേ ഹാർമോണിക് മീൻ ഒക്കെ എപ്പോഴും പ്രോപ്പർട്ടീസ് വെച്ചാൽ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏരിയാസിൽ നിന്നൊക്കെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അതുകൊണ്ട് അതൊന്ന് ഞാൻ പറഞ്ഞില്ലേ ബൈ ഹാർട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഓക്കെ, then when you compare mean, median and mode, okay, mean is always affected by extreme values കേട്ടോ. പക്ഷെ median ഒരു പൊസിഷണൽ വാല്യൂ ആയതുകൊണ്ട് ബയാസ് ഓഫ് ഒബ്സർവേഷൻസ് എന്തായാലും ഉണ്ടാകും. അതുപോലെ മോഡ് ഇസ് ഓൾസോ ലെസ് അഫക്റ്റഡ് ബൈ എ ഫ്യൂ അട്ടിപ്പിക്കൽ സിറ്റുവേഷൻസ് കേട്ടോ. അപ്പം എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നോ മാറ്റർ വാട്ട് ദ ഡീമെറിറ്റ് ആൻഡ് മെറിറ്റ് ഓഫ് ഈച്ച് മെത്തേഡ്സ് ആർ, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് യുവർ ഡേറ്റ കേട്ടോ. നമ്മുടെ ഡേറ്റയുടെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ എന്ത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യണമെന്ന് നമ്മൾ എപ്പോഴും തീരുമാനിക്കുന്നത് കേട്ടോ. സോ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് എ ഡേറ്റ ടൈപ്പ് ദാറ്റ് ഡിസൈഡ്സ് വാട്ട് ടൈപ്പ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആർ യൂസിങ്. ഓക്കെ, അപ്പൊ അതാണ് മീൻ, മീഡിയൻ, മോഡ്. നമുക്കൊരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഫോർമുല മാത്രം ഓർത്തിരിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങളാണ്. കമ്പൈൻഡ് മീന്, ഹാർമോണിക് മീൻ്റെ വെയ്റ്റഡ് ഹാർമോണിക് വെയ്റ്റഡ് ജോമെട്രി. നിങ്ങൾ ഫോർമുല മാത്രം യൂസ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഇത് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. കമ്പൈൻഡ് മീൻ എന്ന് പറഞ്ഞാൽ 2 സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് നമുക്കുണ്ട്. രണ്ടിന്റെയും ആവറേജ്, രണ്ടിടത്തും 2 സാമ്പിൾസ് ഉണ്ട്, 2 സാമ്പിൾ അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഇത് രണ്ടിന്റെയും ആവറേജ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ രണ്ടിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ആവറേജ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ കമ്പൈൻഡ് മീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇഫ് n1 ഒബ്സർവേഷൻസ് ആർ വിത്ത് അരിത്തമെറ്റിക് മീൻ ഓഫ് x1 ബാർ, n2 ഒബ്സർവേഷൻസ് ഓഫ് അരിത്തമെറ്റിക് മീൻ x2 ബാർ. അപ്പൊ കമ്പൈൻഡ് ഗ്രൂപ്പ് n1, ഇപ്പൊ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു ക്ലാസ്സിൽ മെയിൽ സ്റ്റുഡൻസിന്റെയും ഫീമെയിൽ സ്റ്റുഡൻസിന്റെയും 2 പേരുടെയും ആവറേജ് നമുക്ക് സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും വെച്ച് നമുക്ക് ആ ക്ലാസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആവറേജ് എത്രയായിരിക്കണം എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ കമ്പൈൻഡ് മീൻ യൂസ് ചെയ്യുന്നത്. n1 x bar പ്ലസ് n2 x bar ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 കേട്ടോ. n1 ഉം x ബാറും പറയുന്നത് പെർടെയിൻസ് ടു ദ ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് n2 and x2 bar ടു ദ സെക്കൻഡ് ഗ്രൂപ്പ്. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഒരു ക്ലാസിന്റെ മുഴുവനാണെങ്കിൽ മെയിൽ പ്ലസ് ഫീമെയിൽ സ്റ്റുഡൻസിന്റെ ടോട്ടൽ നമ്പർ ആണ് ഇവിടെ n1 പ്ലസ് n2 എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് കമ്പൈൻഡ് മീന്. ഇതും ജോമെട്രിക് മീൻ തന്നെയാണ്, പക്ഷെ ഇത് വെയ്റ്റഡ് ജോമെട്രിക് മീൻ ആണ്. നമ്മൾ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ പറഞ്ഞില്ലേ അതുപോലെ. അപ്പൊ ഇവിടെ ഇതിന്റെ ഫോർമുല ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇവിടെ വെയ്റ്റഡ് വാല്യൂസ് ഇല്ലേ, വെയിറ്റേജ്, വട്ട് എവർ വാല്യൂസ് ആർ പ്രൊവൈഡിങ് ആസ് വെയ്റ്റ്സ് ആർ മൾട്ടിപ്ലൈഡ് ടു ദ ലോഗ് വാല്യൂസ് ഓഫ് എക്സ്. കണ്ടോ, WI into log XI and sigma WI. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ കറസ്പോണ്ടിങ് വെയ്റ്റഡ് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇപ്പം ഗ്രോത്ത് റേറ്റ്സോ മൾട്ടിപ്ലിക്കേറ്റീവ് റിലേഷൻഷിപ്സോ യൂഷ്വലി എല്ലാം പക്ഷെ ഡിഫറെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ജോമെട്രിക് മീൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ ഫോർമുല ഇന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ. XI raised to WI I equal to 1 to n the whole raised to 1 by sigma WI കേട്ടോ. ഇത് തന്നെയാണ് ലോഗ് ജോമെട്രിക് മീന്റെ ഫോർമുലയാണ് ഇത്. ലോഗ് ജോമെട്രിക് മീന്റെ ഫോർമുല ഇതാണ്. ഏതെങ്കിലും ഒരെണ്ണം ഓർത്തിരുന്നാലും മതി. Then harmonic mean is also similar. Okay, harmonic mean is where
ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് റേഷ്യോസ് ഓർ റേറ്റ്സ്. ഇതങ്ങനെ ഒത്തിരി വൈഡായിട്ട് ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇതിന്റെ ഫോർമുല പക്ഷെ ഒന്ന് ഡിസ്റ്റിങ്റ്റീവ് ആണ്, അതുകൊണ്ട് അതൊന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞു കേട്ടോ. സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ സിഗ്മ WI ബൈ XI. അപ്പം എക്സിന്റെ വാല്യൂസും വെയിറ്റേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സം ഓഫ് വെയിറ്റ്സ് 1 + 2 + 1 ഡിവൈഡഡ് ബൈ W ബൈ XI 1/2 2/4 1/8. അതാണ് ഹാർമോണിക് മീൻ, വെയിറ്റഡ് ഹാർമോണിക് മീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന മെത്തേഡ്സിനകത്ത്, മെത്തേഡ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിക്കകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിന് തിയറി പോർഷൻസ് ഒക്കെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇവഞ്ച്വലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരും, അപ്പൊ അത് വെച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇന്ന് കണ്ട തിയറി പോർഷൻസിൽ വെച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ചോദിക്കാം. നമ്മൾ ക്ലാസ്സുകൾ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് കണ്ട തിയറി ഏരിയാസിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണ്ടതോ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇല്ലെങ്കിലും പിന്നീടാണെങ്കിലും ഡൗട്ടുകൾ വരുന്നത് ഷോണി സാർ ത്രൂ ഒന്ന് ഷെയർ ചെയ്താൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്സ്? നിങ്ങൾ ക്യൂറ്റിക്ക് റെഫറൻസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ഇൻട്രൊഡക്ടറി സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, ഈ ഗുപ്തയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ അഗർവാളിന്റെ ഒരു ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒക്കെ ടെക്സ്റ്റ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ. പക്ഷെ അതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ കാണും. അതെല്ലാം ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊന്നും ആവശ്യമില്ലാത്തതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് റെഫറൻസ് ടെക്സ്റ്റുകൾ നോക്കി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയില്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഓഫ് ബൈ ഗുപ്തയുടെ ഒരു ബുക്ക് ഉണ്ട്, അഗർവാളിന്റെ ഒരു ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇത് രണ്ടും വളരെ എളുപ്പമാണ് പഠിക്കാൻ. പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇതെല്ലാം കൂടെ കൺഫ്യൂസ് ചെയ്യാനിട വരുത്തരുത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം ഞാനിപ്പോ കണ്ടതുപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഞാൻ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അപ്പം സമയം ആയതുകൊണ്ടാണ്. അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ആ ഒരു ഏരിയയിൽ നമുക്കിപ്പോ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇപ്പൊ ഞാൻ കാണിച്ച MCQs ഇല്ലേ, ഇടയ്ക്ക് നമ്മൾ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് വെച്ച് NCERTയുടെ സ്റ്റാറ്റിസ്റ്റിക്സും ഓക്കെ ആണ്. പക്ഷെ എനിക്കൊന്ന് ടു ബേസിക്, അത് കുഴപ്പമില്ല, അത് റെഫർ ചെയ്തോ, കുഴപ്പമില്ല. പഠിക്കാൻ ബേസിക്സ് പഠിക്കാൻ അതായാലും മതി NCERTയുടെ ടെക്സ്റ്റ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്സ്? ഓക്കെ, അപ്പൊ വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.